നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മുടെ രാവിലെ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കടക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിൽ മിന്നൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇതിനി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്ത് ആശങ്കയിലാണ് സമാധാനം കാക്ഷിക്കുന്ന ഓരോ ആളുകളും ഉള്ളത്. നമുക്ക് വിശദമായി ഈ വാർത്ത പരിശോധിക്കണം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ മിന്നലാക്രമണം. നദാൻസ്, ഫോർദോ, എസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് US B-2 പോർ വിമാനങ്ങൾ മടങ്ങി. ആക്രമണം വിജയമെന്ന് പ്രസിഡന്റ് ട്രംപ്. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 10ാം ദിവസം. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള സർക്കാർ ഗവർണർ പോർ കൂടുതൽ കനത്തു. നിയമ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാർ നിയമോപദേശം തേടി. രാജ്ഭവനിൽ ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും സംബന്ധിച്ച് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ നീക്കം. നിയമപരമായി നേരിടാൻ ഗവർണറുടെ തീരുമാനം. കണ്ണൂരിൽ SDPI സദാചാര വിചാരണയ്ക്ക് പിന്നാലെ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. യുവതിയുടെ ആത്മഹത്യാ കുറിപ്പ് ശരിവെച്ച ഒപ്പമുണ്ടായിരുന്ന യുവാവിന്റെ മൊഴി. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ സംഭവത്തിലും SDPIക്കാർക്കെതിരെ നടപടിയുണ്ടാകും. തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരിയെ തല്ലിക്കൊന്ന സംഭവത്തിൽ ഊർജിതമായ അന്വേഷണത്തിന് പോലീസ്. കൊലയാളി സഹോദരനെ വിശദമായി ചോദ്യം ചെയ്യും. സുഹൃത്തിന്റെ പങ്കും അന്വേഷിക്കും. പോത്തൻകോട് സ്വദേശി ഷഹീനെ സഹോദരൻ ഷംസാദും കൂട്ടുകാരൻ വിശാഖും തല്ലിക്കൊന്നത് ഇന്നലെ വൈകിട്ട്. വീണ്ടും കനത്ത മഴ വരുന്നു. ഇന്ന് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗം രാവിലെ 10-ന് കൊച്ചിയിൽ. വോട്ടെടുപ്പ് ഒഴിവാക്കി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ ശ്രമം. മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആയേക്കും. സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിന് സാധ്യത. ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗം തടയാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്തും ചർച്ചയാകും. നിലമ്പൂരിലെ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണൽ 8 മുതൽ. നിറഞ്ഞ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും PV അൻവറും. വിശദമായി നമ്മൾ കടക്കുകയാണ് ഓരോ വാർത്തയിലേക്കും. ആദ്യം ഇറാനിലെ ആക്രമണത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ മിന്നൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി 10ാം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ US-ൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയാണ്, ഒട്ടും തന്നെ ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ തേടി എത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ ആക്രമണം അത് ഇറാനിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി ഈ യുദ്ധത്തെ, ആ സംഘർഷത്തെ ഏത് തലത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എപ്പോഴും ട്രംപ് നമുക്കറിയാം പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്ത് ശീലമുള്ള ആളാണ്. 2 ആഴ്ചക്കകം ഒരു തീരുമാനം എന്നത് പറഞ്ഞ് 48 മണിക്കൂറിനകം ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ. എന്താണ് ട്രംപ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഏത് തരത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? Yeah, തീർച്ചയായും. Good morning. It's a huge breaking news. It's a huge breaking news. US has nothing to do with Iran-Israel fight. We have full control. We bombed 3 places now. Means US-ന് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇറാൻ ഫൈറ്റിനകത്ത് ഒരു കാര്യവുമില്ല. അത് അവരുടെ പ്രൈവറ്റ് കാര്യമാണ് എന്നുള്ള അനൗൺസ്മെന്റ് 10 ദിവസം മുമ്പ് നടന്ന് അതിനുശേഷം 3 ദിവസം മുമ്പ് നമ്മൾ കണ്ടു US-ന് അല്ലെങ്കിൽ വി എന്ന വേർഡാണ് ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് ഇറാന്റെ വ്യോമ ഏരിയയിൽ ഫുൾ കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വന്ന് അതിനുശേഷം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ ഏത് മൂവ്മെന്റ് ആയിരുന്നു എന്നായിരുന്നു. ആ ഒരു മൂവ്മെന്റിനകത്ത് ഇസ്രായേലിന്റെ വലിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷർ എത്രയും വേഗം ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്
നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കണം. മീൻസ് ഈ ഒരു 3 ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ച് അത് ഇല്ലാതാക്കി മുന്നോട്ട് പോകണം എന്നുള്ളൊരു വലിയൊരു ഇമ്മൻസ് പ്രഷറിലായിരുന്നു ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റും അതോടൊപ്പം ഇവിടുത്തെ ഭരണകൂടവും നമുക്ക് കാണാം. എന്നാൽ 2 ആഴ്ച എന്നുള്ളത് എനിക്ക് ഇവിടുന്ന് പറയാൻ കഴിയുന്നത് ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടന്നു. ഏകദേശം അമേരിക്കയുടെ 3 യുദ്ധവാഹിനി കപ്പലുകൾ ഇൻക്ലൂഡിംഗ് ജെറാൾഡ് ഫോർഡ്, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാഹന കപ്പലാണ്. അത് തന്നെ സത്യം പറയുകയാണെങ്കിൽ ഒരു മിനി ഒരു സ്റ്റേഷനാണെന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കുകയായിരുന്നു. 4 ദിവസം മുമ്പ് ജെറുസലമിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള എല്ലാ അമേരിക്കൻകാരെയും ഇവിടുന്ന് വെളിയിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ഇവാക്യുവേഷനിലുള്ള ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ പ്രിക്കോഷൻസും ഈ ഒരു ദിവസങ്ങളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തുകയായിരുന്നു. അത് നല്ലൊരു പ്രിപ്പറേഷന്റെ ഭാഗമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറിയത് ഇനി ഒരു യുദ്ധമില്ല, യുദ്ധത്തിന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യത്തില്ല, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു പോയിന്റിലായിരുന്നു. ആ പോയിന്റിൽ വ്യതിചലിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചുമില്ല തുടക്കത്തിൽ. എന്നാൽ അദ്ദേഹം വളരെയധികം അണ്ടർ പ്രഷറിലായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും. അപ്പൊ അത് ഈ യുദ്ധം തുടങ്ങി പറഞ്ഞു പോണെങ്കിൽ തന്നെ ഇന്ന് 10-ാം ദിവസം ആകുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 430 ആൾക്കാർ മരിക്കുകയും ഇറാനിൽ ഏകദേശം 3050-ലധികം ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു ഇറാനില്. എന്നാൽ ഇസ്രായേലിൽ ഏകദേശം 24 അല്ലെങ്കിൽ 25 ഡെത്തും ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാരുടെ പരിക്കുമാണ് നമ്മൾ കണ്ടത്. അപ്പം ഇത് എവിടെ പോയി തീരും എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഇസ്രായേലിനും ഇറാനും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തിൽ ആകമാനമുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ വലിയൊരു മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. അമേരിക്ക ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളായ ഫോർദം, നഥാൻ ആൻഡ് ഇസ്ഫാൻ, ഈ 3 ഏരിയയിലും ഒരേ സമയം ഏറെക്കുറെ B2 ബങ്കർ ബസ്റ്റർ അത് ഉപയോഗിച്ച് തകർത്തു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. എല്ലാ അമേരിക്കൻ വിമാനങ്ങളും, അതായത് B2 ബോംബറുകളും ഇപ്പം ഇറാന്റെ വ്യോമസേനയിൽ നിന്ന് മാറി എന്നുള്ളതുമാണ്. സജിമോൻ ആന്റണിയാണ് നമുക്കൊപ്പം US-ൽ നിന്ന് ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് മടങ്ങിയെത്താം അദ്ദേഹത്തിലേക്ക്. അദ്ദേഹത്തിന്റെ സൂം കണക്ഷനിൽ ഒരു ചെറിയ സാങ്കേതിക തകരാറ് സംഭവിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. വേഗം തന്നെ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും അമേരിക്കയുടെ ആക്രമണം അത് അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള തരത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണങ്ങൾ ഇതിനു മുമ്പ് വന്നത്. പല മുന്നറിയിപ്പുകളും ആക്രമിച്ചാൽ അത് ഇറാന് നേരിടാൻ ശക്തി ഉണ്ടാകില്ല, വലിയ തരത്തിൽ ഇറാൻ വില നൽകേണ്ടി വരും, അതുകൊണ്ട് ഇറാൻ അടങ്ങണം, ഇസ്രയേലിന് മേലുള്ള ആക്രമണം നിർത്തണം എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ അതൊന്നും അത്ര കണ്ട് മുഖവിലക്കെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2 ആഴ്ചയ്ക്കകം ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുമെന്ന് ട്രംപ് പറഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മിന്നൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാന് മേൽ എന്നുള്ളതാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ ആന്റണി, എന്തായാലും ഇപ്പോൾ ട്രംപ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുദ്ധത്തിലേക്കൊന്നും കടക്കില്ല എന്ന് ഈ 2ാം വട്ടം അധികാരത്തിൽ കയറിയതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു മിന്നൽ ആക്രമണത്തിലേക്ക് ഇറാനിൽ ഒരു മിന്നൽ ആക്രമണം നടത്തി എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനാകാം. ഒരുപക്ഷെ ഇപ്പോൾ ഇന്ത്യൻ സമയം രാവിലെ 7:30 ട്രംപ് മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. മാധ്യമങ്ങളെ കാണുമ്പോൾ ഏതൊക്കെ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കും എന്നുള്ള തരത്തിൽ എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ അമേരിക്കയിൽ നടക്കുന്ന ചർച്ചകൾ? തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പം ഇവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും മജോറിറ്റി ഓഫ് ദ അമേരിക്കൻസ് എല്ലാവരും ഇറാന് ആണവായുധം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശം ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഏത് രീതിയിൽ ഇല്ലാതാക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിറ്റിയും ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു തുടക്കമാണോ ഇതൊരു അവസാനമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മീൻസ് ഇന്നിപ്പോ 3 ആണവ നിലയങ്ങളിൽ, ഫോർദം, നഥാൻ ആൻഡ് ഇസ്ഫാനിൽ ബോംബിട്ടതുകൂടി ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കി എന്ന് വെച്ചുകൊണ്ട് ഇതിവിടെ തീരുകയാണോ അതോ ഇതിന്റെ ഒരു പുതിയ തുടക്കമാണോ എന്നാണ് നമ്മൾ നോക്കിക്കണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ കൺസേൺ ഏകദേശം 47,000 ഇവിടുന്നുള്ള അമേരിക്കൻ സൈനികരുടെ ഒരു താവളമാണ് ആ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത്. അത് വലിയൊരു കൺസേൺ ആയിരുന്നു. അപ്പം ഇറാന് ഇങ്ങനെ ഒരു ബോംബ് വന്നിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇന്ന് മിന്നും പുറകെ നോക്കാനില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള കൺസേൺ ആയിരുന്നു ഈ ഒരു ഡിലേ ഉണ്ടാവാനുള്ള ഒരു റീസണ്. രണ്ടാമതൊരു റീസണ് നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ നമുക്ക് അടിക്കണം, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, പ്രസിഡന്റ്. അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് എവിടെ
എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള വലിയ കൺസേൺ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2-3 ദിവസം കൊണ്ട് ആ ഒരു ലോജിസ്റ്റിക്, ഇൻക്ലൂഡിംഗ് ജെറാൾഡ് ഫോർഡ് ഉൾപ്പെടെയുള്ള വിമാനവാഹന കപ്പലുകൾ ഉൾപ്പെടെ എല്ലാ ലോജിസ്റ്റിക്കും അവിടെ എത്തിയിരുന്നു. രണ്ടാമത്തേത് നല്ലൊരു ആസൂത്രണവും സ്ട്രാറ്റജിയും ഉണ്ടായിരുന്നു. ആര് പോകണം, എത്ര ബോംബ് B2 വിമാനങ്ങൾ പോകണം, ഏത് ഏരിയയിൽ പോകണം, ഒരു പ്രിസിഷൻ ടാർഗറ്റ് ആണോ വേണ്ടത്, എങ്ങനെയാണ് എക്സിറ്റ് എടുക്കേണ്ടത്. ഏകദേശം 30ഓളം റീഫ്യൂവലിംഗ് വിമാനങ്ങളും ഇതിനു മുമ്പ് അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. കാരണം ഇവിടുന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് 5000 നോട്ടിക്കൽ മൈൽസ് ഫ്ലൈ ചെയ്യണം. 5000-ന് മുകളിൽ നമുക്ക് അവർക്ക് റീഫ്യൂവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സാങ്കേതിക കാര്യങ്ങളും പഠിച്ചുകൊണ്ടിട്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ആ ലോജിസ്റ്റിക് കംപ്ലീറ്റ് ആയ ഒരു മൊമെന്റിനാണ് ട്രംപ് ഇത് സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തത്. അത് വിജയകരമായി നടന്നു എന്നുള്ളതാണ് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇറാന് എങ്ങനെയായിരിക്കും ഇതിനെ പ്രതികരിക്കാൻ കഴിയുന്നത്? ഇനി ഇറാന് തലങ്ങും ബലങ്ങും അടിച്ചിട്ട് അവർക്കുള്ള കരുത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഉള്ള അമേരിക്കൻ ഈ പറഞ്ഞ 47,000 ആൾക്കാരുണ്ട്, വൈമാനികരുണ്ട്, അവരെ എന്തെങ്കിലും അപായപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വരും മൊമെന്റിലാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാവരും ഈ ഒരു കാര്യം ചർച്ച ചെയ്തിരുന്നു, എങ്ങനെയാണ് ഇതിനെ പര്യവസാനിപ്പിക്കണം എന്നുള്ളത്. ട്രംപ് വളരെ നിശ്ചിതാർത്ഥത്തോടു കൂടി നല്ലൊരു ഡിസിഷനാണ് എടുത്തത് എന്നുള്ളതാണ് എല്ലാവരെയും, അല്ലെങ്കിൽ ഒരു മജോറിറ്റി ഓഫ് അമേരിക്കൻ ആൾക്കാരുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് അമേരിക്കക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം B2 ബോംബർ അവൈലബിൾ ആയിട്ടുള്ള ലോകത്ത് ആകെ ഉള്ള ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം 30,000 പൗണ്ട് ബോംബാണ് അത് വർഷിക്കാൻ ഇടാൻ പറ്റുന്നത്. അത് 200 അടി വരെ പോകത്തുള്ളൂ, അല്ലെങ്കിൽ 200-250 അടി വരെയാണ് പോകുന്നത്. എന്നാൽ സയന്റിസ്റ്റ് പറയുന്നത് ഇറാന്റെ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ആണവ സങ്കേതം പ്രത്യേകിച്ച് ഫോർഡത്തിൽ, നതാലിലെ പോണ അല്ല, ഫോർഡത്തിലുള്ളത് 250-300 അടിക്ക് ഭൂമിക്ക് താഴെയാണ് ഉള്ളത്. അപ്പൊ അവിടെ വരെ പോകണമെങ്കിൽ ഒരു ബോംബ് മാത്രം ഇട്ടാൽ കഴിഞ്ഞാൽ ശരിയാവത്തില്ല, മൾട്ടിപ്പിൾ ബോംബിങ് സെയിം സ്പോട്ടിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രിസിഷൻ സ്ട്രാറ്റജിയുമായിട്ടാണ് അമേരിക്കൻ പൈലറ്റുകൾ പോയത്. ഇതിനു മുമ്പ് ഇസ്രായേൽക്കാര് പലതവണ നമ്മളെ അമേരിക്കൻ ഫൈറ്റേഴ്സിന്റെ പ്രശംസിക്കുണ്ടായി. പ്രത്യേകിച്ചും അമേരിക്കയുടെ F-16-ഉം F-22-ഉം F-35-ഉം വളരെ നല്ല രീതിയിൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ ചെയ്തു എന്നുള്ളത് പറയാൻ കഴിഞ്ഞു. എന്നാൽ സോ ഫാർ നമ്മൾ എൻഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതുകൊണ്ട് നേടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാന്റെ കയ്യിൽ ആണവ ആയുധം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ആ ഒരു റീജിയൻ മാത്രമല്ല, യൂറോപ്പിന്റെ മാത്രമല്ല, അമേരിക്കക്ക് ഉൾപ്പെടെയല്ല, മൊത്തം ഒരു ത്രെട്ട് ആയിരിക്കും. കാരണം അവർ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യത്തില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ഒരു കാര്യങ്ങൾ. എന്നാൽ ഇതേസമയം ഇതും പറയേണ്ടിയിരിക്കുന്നു, ഇറാനും ഇന്ത്യയും ഒക്കെയുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും, 1947 to 1979 വരെ നോക്കുകയാണെങ്കിൽ അത് വേറൊരു യുഗമായിരുന്നു ഇറാനിൽ. അവിടെ ആ സമയത്ത് 1947 തൊട്ട് 1979 വരെ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. എന്നാൽ അതിനുശേഷം ഈ അയത്തുള്ള അൽ ഖമേനിയുടെ ആ ഒരു വാഴ്ച വന്നതിന് ശേഷം 79 ശേഷം സ്ഥിതികൾ മറ്റും മാറിമറിയുകയും ഇന്ന് 25ലേക്ക് വന്നപ്പോഴത്തേക്കും ഏകദേശം കഴിഞ്ഞ 45 വർഷത്തിനകത്തും ഈ ഒരു പോളിസികൾക്ക് കംപ്ലീറ്റ് ഒരു വ്യതിയാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഇറാന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുമായിട്ട് എതിരാണ് വന്നിരുന്നത്. ഇതും ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ 1947 to 79 ഇറാൻ ആയിരുന്നു രണ്ടാമത്തെ രാജ്യം ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചത്, തുർക്കി കഴിഞ്ഞിട്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം 79 ശേഷം വലിയൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വരുന്നത് പോണക്ക് വലിയൊരു വ്യതിയാനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഫോർദം, നതാൻസ്, എസ്ഫാൻ, അതിനകത്ത് എല്ലാവരുടെയും ഫോക്കസ് കിടന്നിരുന്നത് ഫോർദം ആയിരുന്നു. കാരണം അവിടെ 300 അടി താഴേയിലേക്ക് പോകുന്ന ആ ബങ്കർ ബസ്റ്റർ ഉള്ളത് ഒരേ ഒരു രാജ്യം, ആ കേപ്പബിലിറ്റി ഉള്ളത് അമേരിക്ക മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത് വേണമെന്ന്, അല്ല അമേരിക്ക ഇതിനകത്ത് പങ്കെടുക്കണം എന്നുള്ള ഒരു പ്രത്യേകത വന്നത്. അപ്പൊ ആസ് വി സ്പീക്കിംഗ് നൗ അമേരിക്ക അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ സജിമോൻ ആന്റണിയാണ് US-ൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി തുടരുക. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, എന്താണോ ലോകം നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്, അതും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളിൽ. ഇതിന്റെ പ്രത്യാഘാതം എന്താകുമെന്നുള്ള ആശങ്ക ലോകത്തിന് മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ യുദ്ധപ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ ആക്രമിച്ചു എന്നുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തുന്നതിനൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം സമാധാനത്തിന് തുടക്കം കൂടി ആവുകയാണ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ സജിമോൻ ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു തുടക്കമാണോ അതൊരു ഒടുക്കമാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? ഇത് അവസാനത്തിന്റെ തുടക്കമാണോ അതോ ഇത് കേവലം ഒരു പുതിയ തുടക്കമാണോ?
ഇത് മറ്റൊരു ചോദ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഏറെ കാലം പ്രതീക്ഷിച്ചിരുന്നത്, ദിവസങ്ങളോളം പ്രതീക്ഷിച്ചിരുന്നത്, കഴിഞ്ഞ 10 ദിവസമായി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഏത് ഘട്ടത്തിലാണ് അമേരിക്ക രംഗത്ത് വരിക എന്ന്. ഇപ്പോഴിതാ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 14 ദിവസം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് വരുന്നതിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കൂ എന്ന് പറഞ്ഞിരുന്നത് ഒരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ആയി ഇപ്പോൾ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. കാരണം അമേരിക്ക നേരിട്ട് രംഗത്ത് വന്നു. കഴിഞ്ഞ രാത്രി തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. B-2 ബോംബറുകൾ അമേരിക്കയിൽ നിന്നും പറന്നുയർന്നപ്പോൾ തന്നെ വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഗുവാം ദ്വീപിലേക്ക് അത് മാറുകയും അവിടെ നിന്നും ഇത് റൂട്ട് ചെയ്യുകയും ചെയ്തു എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് GBO-67 ഉൾപ്പെടെയുള്ള അതീവ പ്രഹരശേഷിയുള്ള പെനിട്രേഷൻ കപ്പാസിറ്റിയുള്ള ബോംബുകൾ, ബങ്കർ ബാസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ആ രീതിയിലുള്ള പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇല്ല എന്നതാണ് വാസ്തവം. അതിന് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏക വിമാനം P-2 ബോംബേഴ്സ് മാത്രമാണ്. അത് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്രയേലിന് ഒരു ആവശ്യം വന്നപ്പോൾ ഇസ്രയേലിന്റെ വിമാനങ്ങൾക്ക് ഫർദോയിലെ വളരെയധികം ആഴത്തിലുള്ള ഏതാണ്ട് 60 മീറ്ററിലധികം ആഴത്തിലുള്ള 200 മീറ്ററിലധികം ആഴത്തിലുള്ള ആണവ കേന്ദ്രം അത് ആക്രമിക്കണം എങ്കിൽ നേരിട്ട് ഇസ്രയേലിന് പറ്റില്ല എന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പൊ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇസ്രയേലിന്റെ ഒബ്ജക്റ്റീവാണ് ആണവ കപ്പാസിറ്റി, ഇറാന്റെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി നശിപ്പിക്കുക. ഇനിയും ഒരിക്കൽ പോലും ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന ഇസ്രയേലിന്റെ ആ ഒരു പദ്ധതി അത് പൂർത്തീകരിക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം അനിവാര്യമായി വന്നു. പക്ഷെ അനിവാര്യമായ സഹായമാണെങ്കിൽ പോലും അത് റെഡിലി അവൈലബിൾ ആകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ അമേരിക്കയ്ക്കും കടക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ശ്രീ സജിമോൻ ആന്റണിക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം, അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ അവിടെ ഒരു സെനറ്റിനെയും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിനെയും ഒക്കെ ആത്യന്തികമായി കോൺഫിഡൻസിൽ എടുക്കേണ്ടതുണ്ട്. ഒരു നയവ്യതിയാനമാണ് എങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു അറ്റാക്ക് വരുമ്പോൾ കോൺഗ്രഷണൽ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് സുഗമമായി മുന്നോട്ട് പോകാനാവൂ. അല്ല എങ്കിൽ നിരവധി ചോദ്യങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ ഉയരും. മറ്റൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചു എന്ന പേരുദോഷം ട്രംപിന് കേൾക്കേണ്ടി വരും. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക അനാവശ്യ യുദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന പ്രഖ്യാപിത നിലപാടിനെതിരെ അമേരിക്ക രംഗത്ത് വരുന്നത് അലോസരമുണ്ടാക്കും. പ്രത്യേകിച്ച് മാഗ ക്യാമ്പിൽ, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതൊരു ക്യാമ്പ് തന്നെയാണ്, ട്രംപിന്റെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ക്യാമ്പാണ്. അവിടെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. പക്ഷേ എന്തായാലും ഇതൊരു വൺ ടൈം അറ്റാക്ക് എന്ന നിലയിലാണ് ഇപ്പോൾ ട്വീറ്റിലൂടെ അമേരിക്കൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യലിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് വൺ ടൈം അറ്റാക്ക് ആണ് എങ്കിൽ അത് കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. അത് തുടർന്ന് ഒരു വേവ് ഓഫ് അറ്റാക്കിന്റെ തുടക്കമല്ല, ഒറ്റ സമയത്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. അതിനർത്ഥം ഫർദോയിലെയെങ്കിലും ആണവ നിലയത്തിന് പൂർണ്ണമായി പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന ക്ലെയിമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ആക്രമണവും ഏകപക്ഷീയമായി ഈ ലോകത്ത് അവസാനിക്കുന്നില്ല എന്നതാണ് ലോകത്തിന്റെ സമീപകാല ചരിത്രം. ആക്രമണത്തിന് പ്രത്യാക്രമണം ഉണ്ടാകും. അത് ഏത് രൂപത്തിൽ, ഏത് സമയത്ത്, എപ്പോൾ, എവിടെ, ഇതിൽ മാത്രമാണ് സംശയം. അതെ, ആ സംശയം, ആ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ദയവായി തുടരുക. നമുക്ക് ഡോക്ടർ സജിമോൻ ആന്റണിയിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകാം. ഡോക്ടർ സജിമോൻ ആന്റണി, ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിലനിൽക്കുന്നത്, ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ വരുന്നതിനോട് അമേരിക്കൻസിന് യോജിപ്പില്ല, അതിൽ അതൃപ്തിയുണ്ട്, അതിനെ എങ്ങനെയും തടയിടണം എന്നുള്ള ആഗ്രഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു ആക്രമണം, ഒരു യുദ്ധത്തിലേക്ക് നേരിട്ട് അമേരിക്ക പങ്കാളികളാകുന്നതിൽ റിപ്പബ്ലിക്കൻസിനായിക്കോട്ടെ US കോൺഗ്രസിനായിക്കോട്ടെ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ എതിർപ്പുകൾ മറികടന്നുകൊണ്ടല്ലേ ട്രംപിന്റെ ഈ ആക്രമണം വന്നിട്ടുള്ളത് എന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ അത് അമേരിക്കയ്ക്കുള്ളിൽ, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ തലത്തിലുള്ള ചലനങ്ങൾ ഇനി സൃഷ്ടിക്കും? ഇവിടെ ടെക്നിക്കലി അല്ലെങ്കിൽ ലീഗലി ഒരു റീസൺസ് പറയുവാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് US കോൺഗ്രസ് ആണ് ഹിസ്റ്റോറിക്കലി അധികാരം കൊടുക്കുന്നത്. അപ്പം ഇവിടെ അങ്ങനെ ഒരു സെനറ്റ് കോൺഗ്രസ് ബ്രീഫിംഗ് നടന്നിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് അതത് സമയങ്ങളിൽ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള പല റൈറ്റ്സുകളും, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സുകളും അത് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി വരും കാലങ്ങളിൽ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും മജോറിറ്റി അമേരിക്കൻസും ഇറാന് ആണവായുധം ഉണ്ടാവുന്നതിനെതിരെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏത് വഴിയിൽ പോകണം എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു തർക്കം നിലനിന്നിരുന്നത്. ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹം ഈ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ ജയിച്ചത് തന്നെ ഇതുവരെയുള്ള ഇലക്ഷനിൽ പല തവണ
2000-കളിൽ ജോർജ് ബുഷ് ഉണ്ടായിരുന്ന സമയത്തും അതിനുശേഷം ഒബാമ ഉണ്ടായിരുന്ന സമയത്തും പിന്നെ മീൻസ് ഇറാന്റെ ഇറാഖ് വിഷയങ്ങളിലും അഫ്ഗാനിസ്ഥാൻ വിഷയങ്ങളിലും അമേരിക്കന്റെ ഫോറിൻ പോളിസികളിലും പല നീക്കങ്ങളും പാളിപ്പോയി എന്നുള്ള പഴിചാരിയായിരുന്നു ഇദ്ദേഹം വിജയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക നയിക്കത്തില്ല, അമേരിക്ക പങ്കാളിയാവത്തില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡിൽ നിന്നുള്ളൊരു വ്യതിചലനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതല്ലാണ്ട് വേറെ വഴികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഭയങ്കരധികം നമുക്ക് ഡിബേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എന്നാൽ ആസ് വി സ്പീക്ക് നൗ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇസ്രായേലിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇസ്രായേൽ ലിറ്ററലി ലിറ്റിൽ ബിറ്റ് അൺഹാപ്പി ആയിരുന്നു. അവർ പബ്ലിക്കലി അത് പറയുന്നില്ലായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പല അമേരിക്കയുടെ ഒരു പാർട്ട്ണറായിട്ടും അമേരിക്കയെ വളരെയധികം, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വളരെയധികം നല്ല രീതിയിലാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തും പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു, അമേരിക്ക മൂവ് ചെയ്യാതെ, ഡൊണാൾഡ് ട്രംപ് മൂവ് ചെയ്യാതെ, B2 ബോംബർ അമേരിക്കയുടെ ഇവിടെ നിന്ന് ഇറങ്ങാതെ ഈ പറഞ്ഞ ഫോഡം എന്നുള്ള ആ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തിൽ വേറെ ഒരു ശക്തിക്കും വേറെ ഒരു രാജ്യത്തിനും വേറൊരു നാവിക കര വ്യോമസേനയ്ക്കും പറ്റാത്ത കാര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വളരെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിട്ട് ഇങ്ങനൊരു മൂവ്മെന്റ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്ത് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ മുമ്പേ പറഞ്ഞ മുടക്ക് തന്നെ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഇനി വരുമ്പോൾ US സെനറ്റിലും കോൺഗ്രസിലും ഒക്കെ വലിയൊരു ചർച്ചയായിരിക്കും, അമേരിക്കൻ ജനതകളുടെ ചർച്ചയായിരിക്കും. താങ്കൾ പറഞ്ഞ മുടക്ക് തന്നെ ഇറാൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതൊരു ചർച്ചയായിരിക്കും. അതൊക്കെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ കൺസേൺ എന്നുള്ളത് 2 കൺസേൺ ആയിരുന്നു. ഒന്ന്, പ്രസിഡന്റ് ട്രംപ് ഇങ്ങനൊരു ലോക യുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പോളിസിയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒന്ന്. രണ്ടാമത്തേത്, ഏകദേശം 47,000 US സൈനികരാണ് ആ ഒരു മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് US വെളിയിലുള്ള വൺ ഓഫ് ദി ലാർജസ്റ്റ് ബേസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം ഇറാന് അമേരിക്കയുടെ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമേരിക്കൻ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എംബസികളോ അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കയിൽ ഏതെങ്കിലും ആ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവരെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കൊക്കെ കവർ കൊടുക്കാനായിട്ട് ഈ ഒരു ചുരുങ്ങിയ കഴിഞ്ഞിട്ട് പറ്റുമോ? അങ്ങനെയുള്ള വലിയൊരു കൺസേൺസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ സജിമോൻ ആന്റണി, വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, ഭൂപ്രകൃതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ എത്രയും പെട്ടെന്ന് ആക്രമിക്കാൻ തക്ക വിധത്തിലുള്ള സൈനിക താവളങ്ങൾ സമീപ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്, UAE അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ഒരു ആക്രമണം പെട്ടെന്ന് ഇത്തരത്തിൽ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായേക്കാം എന്ന ആശങ്കയാണ്. നമ്മളത് പറയുമ്പോൾ ഇതുകൂടെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഏകദേശം 3000-നും 4000-നും ഇടയ്ക്കാണ് ബാലിസ്റ്റിക് മിസൈലുകളും അങ്ങനെയുള്ള ശേഷി കപ്പാസിറ്റി ഒക്കെ ഇറാൻ ഉള്ളത്. അതിൽ ഏകദേശം ഒരു 60-70% ഓൾറെഡി ഫയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇസ്രായേലിൽ എന്തുകൊണ്ട് ഇത്രയും പരിക്കുകൾ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളപായം അല്ലെ ഇഞ്ചുറി ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ അയൺ ഡോമും അവിടുത്തെ ഇവിടെയുള്ള സ്കട്ട് മിസൈൽസ് അങ്ങനെയുള്ള പ്രതിരോധ ശേഷിയുടെ ഒരു നല്ലൊരു പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് ആളപായം അവിടെ 24 പേര് മരിക്കുകയും മറു സൈഡിൽ 430. നമുക്ക് തോന്നുന്നത് ഒക്ടോബർ 7 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് 2023 ഹമാസിന്റെ ആക്രമണം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോഴും നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ പറയുകയുണ്ടായി, ഒരു ഇസ്രായേൽ പൗരനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചടിക്കുമ്പം മിക്കവാറും അത് 30, 32 അല്ലെ 28 ഒക്കെ ആയിട്ട് നമ്പേഴ്സ് അവരുടെ പ്രതികരണത്തിൽ വരാറുണ്ട്. നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്പേഴ്സ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ നമ്പേഴ്സ് പോകുന്നത്. ഒരു സൈഡിൽ ഇസ്രായേലിൽ 24 പേര് മരിക്കുമ്പം മറു സൈഡിൽ ഇറാനിൽ 430 പേര് മരിക്കുന്നു. അത്രയും പേര് മരിച്ചതും ഏകദേശം 3000-ലധികം ആൾക്കാർക്ക് പരിക്ക് പറ്റിയതും അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് വരുന്നതിന് മുമ്പാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനെ തടുക്കാനായിട്ട് അവരുടെ ഇറാന്റെ ആണവശേഷിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന്, റോക്കറ്റുകളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ഭൂരിഭാഗം റിസോഴ്സുകളും ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇന്ന് ഇറാനെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഇസ്രായേലുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേത് ഒരു രാജ്യവുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് അവരുടെ സഖ്യകക്ഷികളായ അല്ലെങ്കിൽ ഇറാന്റെ ഫ്രണ്ട്സ് ആയ ചൈന അല്ലെങ്കിൽ റഷ്യ അവർ മുന്നോട്ട് വന്നിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്താൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാവാൻ, അങ്ങനെ ഒരു വലിയൊരു തരത്തിലേക്ക് പോവാതെ ഇത് അവിടെ കെട്ടടങ്ങും. കാരണം ഇറാന് ഈ ഒരു ഡിഫീറ്റ് സമ്മതിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം അമേരിക്കയുടെ ശക്തിയുടെ മുന്നിൽ, ഇസ്രായേലിന്റെ ടാക്ടിക്സിന്റെ മുന്നിൽ, അതായത് നമ്മൾ ഇവരുടെ ഒരു പോപ്പുലേഷൻസും അല്ലെങ്കിൽ ആയുധ സംഹാരങ്ങളും സൈനികരും ഒക്കെ കപ്പാസിറ്റി ഒന്ന് പഠിക്കുകയാണെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇസ്രായേലിൽ ഏകദേശം 9 മില്യൺ ആൾക്കാരുണ്ടെങ്കിൽ 88 മില്യൺ ആൾക്കാരുണ്ട് ഇറാനിൽ കിടക്കുന്നത്. 1,70,000 ആൾക്കാരുടെ മിലിറ്ററി ഉണ്ടെങ്കിൽ ഇസ്രായേലിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഏകദേശം 7 ടൈംസ് ആണ്. അതായത് ഏകദേശം 6 ലക്ഷത്തിലധികമാണ് ആക്റ്റീവ് മിലിറ്ററി പേഴ്സൺസ് ഇറാനിലുള്ളത്.
അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഏത് ആയുധ ശേഖരം എടുത്തു കഴിഞ്ഞാലും ഇസ്രായേലിനുള്ളതിനേക്കാളും ഏകദേശം 6 തൊട്ട് 10 ഇരട്ടി വരെ ഇറാനിലുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ അവർ തോൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിലുള്ള ടെക്നോളജി അല്ല ഇസ്രായേലിന്റെ കയ്യിലുള്ളത്. ഇസ്രായേൽ വെൽ എക്വിപ്ഡ് ആണ്. ചിലപ്പോൾ നമ്മൾ പറയും സൈസ് ഡസൻ മാറ്റർ. ഇസ്രായേലിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സൈസ് ഡസൻ മാറ്റർ. അവരുടെ വലിപ്പം അല്ല, അവരുടെ രാജ്യത്തിന്റെ വലിപ്പമല്ല, അവരുടെ അവിടെയുള്ള ആൾക്കാരുടെ എണ്ണമല്ല, എന്നാൽ അവരുടെയുള്ള യുദ്ധക്കോപ്പിന്റെ എണ്ണമല്ല, ക്വാണ്ടിറ്റി അല്ല, അവരുടെ സ്മാർട്ട്നെസ്, അവരുടെ ഒരു പ്ലാനിങ്, പദ്ധതി, ആ ഷാർപ്നെസ്, ടെക്നോളജിക്കൽ നോ ഹൗ, അത് ഇസ്രായേലിനെ വെല്ലാനായിട്ട് സോ ഫാർ ഇറാന് പറ്റുന്നില്ല എന്നുള്ളൂടെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പറഞ്ഞ പോണക്ക് തന്നെ ഇനിയും പിന്നേക്ക് പോകണമെങ്കിൽ ഇറാന് അതുപോലൊക്കെ തന്നെ ഒരു സപ്ലൈ, ഒരു ടെക്നിക്കൽ നോ ഹൗ, ആയുധങ്ങളുടെ സപ്ലൈ അൺലിമിറ്റഡ് ആയിട്ട് റഷ്യയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം നമ്മൾക്ക് ഇതുകൂടെ പറയേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് റഷ്യ ഇപ്പൊ സപ്ലൈ ചെയ്യുന്നത്? റഷ്യ യുക്രൈനുമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഫൈറ്റിലാണ്. അവർക്ക് സപ്ലൈ കുറവായിട്ട് നോർത്ത് കൊറിയയിൽ നിന്നാണ് വരുന്നത്. അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് നോർത്ത് കൊറിയയിൽ നിന്നാണ് വരുന്നത് ആൾക്കാർ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ റഷ്യ ഇന്ന് ഈ ട്രംപിനും എതിരായിട്ട്, ഇസ്രായേലിനും എതിരായിട്ട് ഇറാന് അങ്ങനെ ഒരു അൺലിമിറ്റഡ് റിസോഴ്സ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി റഷ്യക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആൻസർ നോ ആണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കി കഴിയുമ്പം ഇത് ഒത്തിരി നാളേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഇല്ല. എന്നാൽ അയത്തുള്ള ഖൊമേനിക്ക് അതിന് ഒരു ഡിഫൈൻഡ് ആയിട്ട് ഒരു മൂഡിലാണ് അദ്ദേഹം. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും ആ ഒരു ടൈം സ്ക്വയറിൽ അവരുടെ സംരക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം വളരെ ഡിഫൈൻഡ് ആയിട്ട് പറയുന്നത്, റൈറ്റ്? അദ്ദേഹത്തിന്റെ പരിമിതികളൊക്കെ അദ്ദേഹത്തിന് ഒന്നെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ അറിയാമെങ്കിലും അവർക്ക് അത് അവരുടെ ജനത്തിന്റെ മുന്നിൽ അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഒരു സ്ട്രോങ് പോസ്റ്ററാണ് അയത്തുള്ള ഖൊമേനി കാണിച്ചിരിക്കുന്നത്. അയത്തുള്ള ഖൊമേനിയുടെ കാര്യം പോലും ഇപ്പം കഷ്ടത്തിലാകും. അവര് ഇനിയും നിർത്തിയില്ല എങ്കിലാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത്. കാരണം ഇതൊന്നും ആവണമെന്നോ ആകരുതെന്നോ അങ്ങനെയുള്ള ഒരു കമന്റുകളല്ല നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ആഗ്രഹം ആസ് എ പേഴ്സൺ, അമേരിക്കൻ സിറ്റിസൺ എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനം വേണം, യുദ്ധം വേണ്ട, അതുകൊണ്ട് ആരും നേടുന്നില്ല എന്നുള്ളതാണ് ശരി. എന്നാൽ ഇറാനെ ഒരു ലിമിറ്റും ഇല്ലാണ്ട് കയറൂരി വിട്ടു കഴിഞ്ഞാൽ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അതിന് ആ ഒരു മണി കെട്ടണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പറ്റുള്ളൂ, അമേരിക്കയ്ക്ക് പറ്റത്തുള്ളൂ. കാരണം അവരുടെ കയ്യിലോ ആ ടെക്നിക്കൽ നോഹൗ ഉള്ളൂ, B2 ബോംബേഴ്സ് ഉള്ളൂ. അവിടെ സ്റ്റീൽ ഇത് ഏകദേശം 200-നും 250-നും 300-നും അടിയിൽ പെനിട്രേറ്റ് ചെയ്ത് ആ ബങ്കബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു വാസ്തവ ഒരു ഫാക്ട് ആണ്, ഒരു റിയാലിറ്റിയാണ്. വേൾഡ് ഈസ് ഡൈജസ്റ്റിംഗ് ദാറ്റ്. ഇറാൻ ഈസ് ഗോയിങ് ടു ഡൈജസ്റ്റ് ദാറ്റ് നൗ. കൃത്യമായ വിശകലനങ്ങളാണ് ഡോക്ടർ സജിമോൻ ആന്റണി പങ്കുവച്ചത്. വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനി ഇന്ത്യൻ സമയം രാവിലെ 7:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യും ട്രംപ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. ഇപ്പോൾ 7:27 ആയിരിക്കുന്നു. ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഇറാനിൽ നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് എന്താകും പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയാണ് ലോകത്തിന് ബാക്കിയാകുന്നത്. എന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ട്രംപ് ഈ വിഷയത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ കൂടുതൽ വിശദീകരണം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. MG മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഇതിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം സോഷ്യൽ ട്രൂത്തിലൂടെ വന്നിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നു. അതിനപ്പുറം ഇറാൻ ഈ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടോ? ഇസ്രായേൽ എന്ത് പറയുന്നു? ഈ ആക്രമണം സ്ഥിരീകരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആണവ കേന്ദ്രങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. വലിയ നാശനഷ്ടങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ 3 കേന്ദ്രങ്ങളിലും ആക്രമണം അമേരിക്ക നടത്തിയെന്നുള്ളൊരു സ്ഥിരീകരണം ഇറാൻ നടത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഇസ്രായേലിലും ഒപ്പം തന്നെ അമേരിക്കയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം സ്വാഭാവികമായ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനെ സംബന്ധിച്ച് സാധിക്കുന്നുണ്ട്. വ്യോമ സംവിധാനങ്ങളൊക്കെ തകർത്ത് മുന്നോട്ട് പോകാനും ഇറാനെ സംബന്ധിച്ച് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട
നഗരപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ടെല്ലവീവ്, ഒപ്പം തന്നെ ഹൈഫ, തമ്ര, കൂടാതെ ജെറുസലേം അടക്കമുള്ള മേഖലകൾ, കൂടാതെ തെക്കൻ ഇസ്രായേൽ മേഖലകൾ, ഈ മേഖലകളിലൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും ഇത്തരത്തിൽ ഇസ്രായേൽ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്ന് കൂടി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹം അമേരിക്കയെ പ്രശംസിക്കുന്നു. ഈ വിജയകരമായി ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചതിന് അമേരിക്കയെ തങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന രീതിയിലുള്ളൊരു പ്രതികരണം കൂടി ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യം അതിപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ മലയിടുക്കുകളിലാണ് ഇത്തരത്തിൽ ഫോർദോ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ ഉള്ളത്. ഈ ഇറാനിൽ അവിടെ കടന്നുകൊണ്ട് ഈ മറ്റ് സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ട് അവിടെ കൃത്യമായി ഈ ആണവ കേന്ദ്രത്തിലെത്തി ബോംബ് വർഷിക്കാൻ അമേരിക്കയെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യത്തിന് അത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. സംബന്ധിച്ച നമുക്കറിയാം, മറ്റ് രാജ്യങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള ആയുധശേഖരണം അമേരിക്കയ്ക്കുണ്ട്. ഈ B-2 പോർ വിമാനങ്ങൾ, ഒപ്പം തന്നെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അടക്കം അമേരിക്കയ്ക്ക് മാത്രം സ്വന്തമായി അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കേന്ദ്രം തകർക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ വലിയ സ്ഫോടനം നടന്നതായിട്ടുള്ള സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ ഒരു ആണവ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ചതാണ്. സ്വാഭാവികമായും നമുക്കറിയാം, നേരത്തെ ഇറാന്റെ ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള 3 മേഖലകളിലും ഇസ്രായേലിന്റെ ബോംബ് വർഷമുണ്ടായിരുന്നു. വലിയ രീതിയിൽ മിസൈൽ ആക്രമണം നടത്തുകയും അതിൻ്റെ തകർന്ന ഈ ആണവ നിലയങ്ങളൊക്കെ തകർന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്യുന്നു. അത്തരത്തിലൊരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവിടെ തന്നെ വീണ്ടും കൂടുതൽ ആക്രമണം ഇപ്പോൾ ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം പുറമേയുള്ള ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ഇസ്രായേലിന് ആക്രമണം നടത്താൻ സാധിച്ചതെങ്കിൽ ഇത് കുറച്ചുകൂടി ആഴത്തിലേക്കാണ്, ഇത്തരത്തിൽ ഭൂഗർഭ അറയിലാണ് ഇത്തരത്തിൽ ആണവ നിലയങ്ങളുള്ള ആ മേഖലകളിലേക്ക് കടന്നു ചെന്ന് ബോംബ് ഉപയോഗിച്ച് തകർക്കാൻ സാധിച്ചു എന്നുള്ളൊരു അവകാശവാദം ട്രംപ് ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അക്കാര്യങ്ങൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ, ഏകദേശം നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ കേൾക്കാൻ. അദ്ദേഹം എന്താണ് ലോകത്തോട് പറയാൻ പോകുന്നത്, ഇനി ഇറാനെ സംബന്ധിച്ച് ഇറാനിലേക്ക് എന്താണ് ഇനി അമേരിക്ക നടത്താൻ പോകുന്നത്, എന്തുകൊണ്ട് ഇത്ര നേരത്തെ, സ്വാഭാവികമായും 2 ആഴ്ചയോളം സമയം ഇറാൻ അനുവദിക്കുന്നതായി നേരത്തെ വൈറ്റ് ഹൗസ് അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ 10 ദിവസത്തിനിപ്പുറം ഈ 10ാം നാൾ ഈ അമേരിക്കയുടെ വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Thank you very much. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime: Fordo, Natanz, and Esfahan. Everybody heard those names for years as they built this horribly destructive enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. Tonight, I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. For 40 years, Iran has been saying death to America, death to Israel. They have been killing our people, blowing off their arms, blowing off their legs with roadside bombs. That was their specialty. We lost over 1,000 people, and hundreds of thousands throughout the Middle East and around the world have died as a direct result of their hate. In particular, so many were killed by their general, Qasem Soleimani. I decided a long time ago that I would not let this happen. It will not continue. I want to thank and congratulate Prime Minister Bibi Netanyahu. We worked as a team like perhaps no team has ever worked before. And we've gone a long way to erasing this horrible threat to Israel. I want to thank the Israeli military for the wonderful job they've done.
And most importantly, I want to congratulate the great American patriots who flew those magnificent machines tonight, and all of the United States military on an operation the likes of which the world has not seen in many, many decades. Hopefully, we will no longer need their services in this capacity. I hope that's so. I also want to congratulate the chairman of the Joint Chiefs of Staff, General Dan Raisin Kane, spectacular general, and all of the brilliant military minds involved in this attack. With all of that being said, this cannot continue. There will be either peace or there will be tragedy for Iran far greater than we have witnessed over the last 8 days. Remember, there are many targets left. Tonight's was the most difficult of them all, by far, and perhaps the most lethal. But if peace does not come quickly, we will go after those other targets with precision, speed, and skill. Most of them can be taken out in a matter of minutes. There's no military in the world that could have done what we did tonight, not even close. There has never been a military that could do what took place just a little while ago. Tomorrow, General Kane, Secretary of Defense, Pete Hegseth will have a press conference at 8 a.m. at the Pentagon. And I want to just thank everybody, and in particular, God. I want to just say, we love you, God, and we love our great military. Protect them. God bless the Middle East. God bless Israel. And God bless America. Thank you very much. Thank you. രാജ്യത്തെ അഭിസംബോധന ചെയ്ത ശേഷം മടങ്ങുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിജയപ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ഇറാനിൽ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് അദ്ദേഹം പറയുകയായിരുന്നു. ഒരു സ്പെക്ടാക്കുലർ അറ്റാക്കാണ്, അത്തരത്തിലാണ് ആ ഒരു ആക്രമണത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മിലിറ്ററിയുടെ ഒരു വലിയ വിജയമാണ് നടന്നിരിക്കുന്നത് എന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥുൻ, ഒരു വിജയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മിലിറ്ററിക്ക്. അത് US മിലിറ്ററിക്കും ഇസ്രായേൽ മിലിറ്ററിക്കും ഇസ്രായേലിനുമൊക്കെ അഭിനന്ദനം നേർന്നുകൊണ്ടുള്ള സംസാരമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം എന്താണോ സോഷ്യൽ ട്രൂത്തിലൂടെ സംസാരിച്ചത് ആദ്യഘട്ടത്തിൽ, അതിൻ്റെ ഒരു ആവർത്തനം. അതിനപ്പുറം എല്ലാവർക്കും ഒരു അഭിനന്ദനം കൂടി നൽകുന്നു ഈ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട്. അതിനപ്പുറം കൂടുതലായ കാര്യങ്ങളിലേക്കൊന്നും ട്രംപ് കടന്നിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം കൂടുതൽ വ്യക്തമായ ഒരു വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് നൽകുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ സോഷ്യൽ ട്രൂത്തിലൂടെ നൽകിയ മറുപടി അതിൻ്റെ സമാനമായ ഒരു ആവർത്തനം തന്നെയായി ഈ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിലൂടെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് കൂടി ഇറാന് നൽകുന്നു. അതായത് ഇറാനിനി ചർച്ചകൾക്ക് തയ്യാറാകണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. കാരണം ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ്. ഇനിയും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയും ഈ ചർച്ചകൾക്ക് തയ്യാറാകാൻ ഇറാൻ വിസമ്മതിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അതിക്രൂരമായിരിക്കും. വലിയ രീതിയിൽ ആക്രമണം ഇറാൻ്റെ പല ഭാഗങ്ങളിലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു ശക്തമായ മുന്നറിയിപ്പ് കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് തന്നെയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ഈ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തുകയും ചെയ്ത അത്തരത്തിൽ വ്യക്തമായ രീതിയിൽ നടത്തിയ ഒരു ആക്രമണം അത് ഫലം കണ്ടു. ആ ദൗത്യം പൂർണ്ണമായും വിജയിപ്പിക്കാൻ അമേരിക്കൻ മിലിറ്ററിക്ക് സാധിച്ചു. ആ മിലിറ്ററിക്ക് അഭിനന്ദനം നൽകുന്നു തുടങ്ങിയ പരാമർശങ്ങൾ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നന്ദി പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഇറാൻ ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നു. ഇനി എന്ത് പ്രതികരണമായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം സ്വാഭാവികമായും അമേരിക്ക കൂടി ഈ ഒരു സംഘർഷത്തിൻ്റെ പരസ്യമായി നേരിട്ടിറങ്ങിയതോടുകൂടി ഇനി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ ഇറാൻ സ്വീകരിക്കും? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയ അതേ നിലപാട് തന്നെ തുറന്നു പോകുമോ? അതായത് തങ്ങൾ ഒരു തരത്തിലും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയാലും അതല്ല തുറന്നു മുന്നോട്ട് പിൻവലിഞ്ഞാലും ഈ തരത്തിൽ നിലവിലെ ഈ ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് വലിയില്ല, അതുമായി മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ വിദേശകാര്യമന്ത്രി നടത്തുകയും ചെയ്തു. ആ നിലപാട് ഇനിയും ആവർത്തിക്കുമോ? അത്തരത്തിലൊരു നയം തന്നെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇറാന്റെ തീരുമാനമെന്നാണ് നമുക്കിനി
അറിയേണ്ടത്. ലോകരാജ്യങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കൂടുതൽ യുദ്ധത്തിലേക്ക് കടക്കുക എന്നതായിരുന്നില്ല തങ്ങളുടെ ലക്ഷ്യം. ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. ഇതിനുശേഷം ഇനി സമാധാനം പുലരും എന്നുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ നടത്തിയത്, അല്ലേ? അങ്ങനൊരു സാധ്യതയാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. കാരണം അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഇറാൻ വരുമെന്നാണ് അമേരിക്ക കരുതുന്നത്. കാരണം ഈ ഒരു ആക്രമണം ഇറാനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാൻ അത് സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും തന്നെ ഈ 3 ആണവ കേന്ദ്രങ്ങൾ നേരത്തെ ഇസ്രായേൽ ആക്രമിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം. അതും പ്രത്യേകിച്ച് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിനാശം അത് എത്രത്തോളമാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് അറിയാവുന്നതാണ്. എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി ഇതിന് നാശം വിതയ്ക്കാൻ സാധിക്കും, അത്രത്തോളം നാശം വിതയ്ക്കാൻ സാധിക്കുന്ന ബോംബറുകളാണ് അമേരിക്ക ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഒരു ഉന്മൂലനം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതോ മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു മുന്നറിയിപ്പായി മാത്രം ആണോ ഇത്തരത്തിലൊരു ആക്രമണം അമേരിക്ക നടത്തിയെന്നുള്ള രീതി തങ്ങളുടെ പക്കൽ മാത്രമേ ഉള്ളൂ, ലോകത്തിൽ തന്നെ തങ്ങളുടെ പക്കൽ മാത്രമേ ഉള്ളൂ എന്നുകൂടി പറയുമ്പോൾ അത് ഇറാനെ ഒന്നുകൂടി ഒരു മുന്നറിയിപ്പ് എന്നുള്ള തലത്തിൽ ഓർമ്മിപ്പിക്കുക കൂടിയാണ്. ആര്യ, തീർച്ചയായും ഒരു മുന്നറിയിപ്പിനപ്പുറം തന്നെ ഒരു ഭീഷണി സ്വരം കൂടി നമുക്ക് ഇതിൽ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും ഈ ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ വലുതായിരിക്കും എന്നുള്ളൊരു വിവരങ്ങൾ നൽകുന്നത്. മിഥുൻ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്പെക്ടാക്കുലർ അറ്റാക്ക് നടത്തി എന്ന തരത്തിലാണ് വിശേഷണം നൽകിയിട്ടുള്ളത് ഈ ഇറാന് മേലുള്ള ആക്രമണത്തെ. ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ അദ്ദേഹത്തിന് പ്രതികരണം വരുന്നു. മാത്രമല്ല, ഈ ഒരു ആക്രമണം നടത്തിയതിൽ US മിലിറ്ററിക്കും മാത്രമല്ല ഇറാന് മേൽ ആക്രമണം തുടരുന്നതിൽ ഇസ്രായേൽ മിലിറ്ററിക്കും അടക്കം ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒക്കെ അഭിനന്ദനവും നൽകുന്നുണ്ട്. ഇനി ഒരു സമാധാനം ഇതിൽ നിന്നുണ്ടാകും, ഇനി ഇറാൻ ഇതോടുകൂടി അടങ്ങും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എങ്ങനെ നോക്കിക്കാണണം ട്രംപിന്റെ ഈ പ്രതികരണത്തെ? ആക്രമണത്തിലൂടെ സമാധാനം എന്നതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിശക്തമായ ആക്രമണത്തിലൂടെ ഇറാനെ ഒരിക്കൽ കൂടി നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എത്തിക്കുക, അങ്ങനെ സമാധാനം കൊണ്ടുവരിക, ഈ രീതിയിലുള്ള ഒരു നീക്കമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കൃത്യവും ശക്തവുമായ ഒരു നിലപാടെടുക്കുന്നത്. മറ്റേത് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും 100 വട്ടം ചിന്തിക്കുമായിരുന്ന ഒരു ആക്രമണമാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ആണവ ഫെസിലിറ്റീസിന് നേരെ പ്രസ്താവനകൾ നടത്തുന്നത് ഒരു കാര്യം, പക്ഷേ യഥാർത്ഥത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നത് മറ്റൊരു കാര്യം. ഇവിടെ ട്രംപിന്റെ പ്രസ്താവനയിൽ തെളിഞ്ഞു കാണുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഒരു വൺ ടൈം അറ്റാക്ക് ആണ്. ഇത് സൂചന എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു ഒരു ഫസ്റ്റ് ഡോസ് ആണ്, വൺ ടൈം അറ്റാക്ക് ആണ്. ഒരുപക്ഷെ അത് ആത്യന്തികമായ സമാധാനത്തിലേക്ക് നയിക്കാൻ ഇതല്ലാതെ മറ്റു പരിഹാരങ്ങൾ ഇല്ല എന്നതുകൊണ്ട് ആക്രമണത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ കാണുന്നതാണ് ഒരു കാര്യം. 2, ഇറാൻ ഇസ്രായേലിനെ ഏത് രീതിയിലും സംരക്ഷിച്ച് തന്നെ നിർത്തും എന്ന സൂചന വരുന്നു. അല്ലാതെ ഇസ്രായേലിനെ വഴിയിൽ ഉപേക്ഷിച്ച് അമേരിക്ക സ്വന്തം താല്പര്യപ്രകാരം മുന്നോട്ട് പോവില്ല എന്ന സൂചനയാണ്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു, പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാത്തരം പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 3, അമേരിക്കയുടെ സൈനിക കപ്പാസിറ്റിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള അഭിമാനം ട്രംപ് പ്രകടിപ്പിക്കുകയാണ്. ലോകത്ത് ഒരു സൈന്യത്തിനും ഇല്ലാത്ത യുദ്ധവിമാനമാണ് B-2 രീതിയിലുള്ള യുദ്ധവിമാനങ്ങൾ. ഒരു സൈന്യത്തിനും ഒരു വ്യോമസേനയ്ക്കും ഇത്രയധികം ആഴത്തിൽ തുറന്നു കയറി ആക്രമണം നടത്താൻ കഴിയില്ല എന്ന ഒരു ശക്തമായ ഒരു മെസ്സേജാണ്. അമേരിക്കൻ സൈന്യം ലോകത്തെ ഇപ്പോഴും ന്യൂമറോ യൂണോ സൈന്യമാണ്. അത് ഏത് അറ്റം വരെ പോകാനും മടിക്കില്ല. അതുകൊണ്ട് ശക്തിയുണ്ട്, അത് മാത്രമല്ല ഇച്ഛാശക്തിയുമുണ്ട്, ആക്രമണം നടത്താനുള്ള ഇച്ഛാശക്തിയുമുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്ന നിശ്ചയദാർഢ്യം ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് കണ്ടത്. ഇത്രത്തോളം കരുത്തരായ തങ്ങളെ തിരിച്ചടിക്കാനോ തങ്ങളുടെ പിന്തുണയുള്ള ഇസ്രായേലിനെ തിരിച്ചടിച്ച് തോൽപ്പിക്കാനോ ഇറാന് സാധിക്കില്ല എന്നതുകൂടിയാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്?
അങ്ങനെ തന്നെയാണ്. അമേരിക്കൻ താല്പര്യങ്ങൾ, ഇവിടെ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. ആ സൈനിക സാന്നിധ്യം വെറുതെ അങ്ങനെ ഉണ്ടായതല്ല. മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കൻ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് ശക്തമായ സൈനിക വിന്യാസമുണ്ട്. 47,000-ഓളം അമേരിക്കൻ പേരുടെ സേനാ വിന്യാസമാണുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഫൈറ്റർ പ്ലെയിൻസ് എല്ലാം ഉണ്ട്. അത് ഏതാനും രാജ്യങ്ങളിൽ, സൗദി അറേബ്യയും ഒമാനും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് പ്രദേശത്തെ GCC രാജ്യങ്ങളിൽ വലിയ സാന്നിധ്യമുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് ഏതെങ്കിലും ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നാൽ ഇറാന്റെ സർവനാശമായിരിക്കും ഫലം എന്ന രീതിയിലുള്ള ഒരു താക്കീത് കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം വാക്കുകളല്ല, പ്രവർത്തിച്ചതിന് ശേഷം വാചകമടി എന്നതാണ്. അതായത് ഇത് കേവലം വാചകമടി മാത്രമല്ല, കേവലം ത്രെട്ട് മാത്രമല്ല, വാക്കാലുള്ള ചില പ്രയോഗങ്ങൾ മാത്രമല്ല. ഇതാ ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു, ഇനിയും പ്രവർത്തിക്കാൻ ഒരുപക്ഷെ സന്നദ്ധമാകും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വൺ ടൈം ആക്രമണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിലാണ് കണ്ടിരിക്കുന്നത്. പ്രിസൈസ് ആക്രമണമാണ് 3 ആണവ നിലയങ്ങളിൽ, ഫർദോയിലെയും ഇസ്ഫഹാനിലെയും അതുപോലെ നഥാൻസിലെയും ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും ട്രംപ് തള്ളിക്കളയുന്നില്ല എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, അതായത് ഈ തുടക്കം മുതൽ തന്നെ ഈ ഇറാൻ എപ്പോഴാണോ ഇസ്രായേലിനെ തിരിച്ചടിച്ചത് ആ ഘട്ടം മുതൽ തന്നെ ട്രംപ് പലതരത്തിലുള്ള മുന്നറിയിപ്പുകളും ഭീഷണികളും മുഴക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും മുഖവിലേക്കേ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇറാൻ. പക്ഷേ ഇനി ഇറാൻ മാറി ചിന്തിക്കുമോ? തങ്ങളെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചാക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഇറാൻ ഇനി മാറി ചിന്തിക്കും എന്ന് പ്രതീക്ഷിക്കണോ? ഇറാന്റെ നിലവിലെ ഭരണകൂടം അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന, ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അയത്തുള്ള അലി ഖൊമേനി ബങ്കറിൽ പോയിരിക്കുകയാണ്. റവല്യൂഷണറി ഗാർഡ്സിലെ ഉന്നതരെ തൽക്കാലത്തേക്ക് ഭരണം ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന 2, 3, 4 നിര നേതൃത്വത്തെ വളർത്തിയെടുത്തുകൊണ്ട് ഇനി എന്റെ ശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന ആളുകളായിരിക്കും അധികാരത്തിൽ വരേണ്ടത് എന്ന രീതിയിൽ ഉൾപ്പെടെ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആയിട്ടുള്ള അലി ഖൊമേനിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകാം. പക്ഷെ അമേരിക്കയോടെ സൈനികമായി ഒറ്റയ്ക്ക് ഇറാന് പിടിച്ചു നിൽക്കാനാവില്ല. അവിടെയാണ് ഈ കോയലീഷന്റെ ഒരു ഇഫക്ട് വരാവുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രസ്താവന ഒരു സൂചനയാണെങ്കിൽ, ഇറാനെ അമേരിക്ക ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയാൽ റഷ്യ കയ്യും കെട്ടിയിരിക്കില്ല, പ്രതികരിക്കും. ഏത് രീതിയിലുള്ള പ്രതികരണമാണ്? സൈനികമായ പ്രതികരണമാണോ, വ്യോമ പ്രതിരോധം ഒരുക്കുന്നതിന് ഇറാനെ സഹായിക്കുകയാണോ, മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വാക്കുകൾ റഷ്യൻ പ്രസിഡന്റിന്റെ വ്ളാഡിമിർ പുടിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാവില്ല. പക്ഷേ ഇവിടെ കൂടുതൽ പ്ലെയേഴ്സ് രംഗത്ത് വരുന്നതാണ് ഇറാന് നിലനിൽക്കാനുള്ള ഏക മാർഗം. അങ്ങനെ കൂടുതൽ പ്ലെയേഴ്സ്, ചൈനയോ റഷ്യയോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായി ഇറാൻ അനുകൂലമായ അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് പ്രസ്താവനകളിലൂടെയെങ്കിലും വരികയും ലോകവേദികളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നതാണ് ഒരു മാർഗം. പക്ഷെ എന്ത് സമ്മർദ്ദം ചെലുത്തിയാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ വിഷയം എത്തുമ്പോഴും യാതൊരു മാറ്റവും വരുന്നില്ല. കാരണം അമേരിക്കയ്ക്ക് വീറ്റോ പവറുണ്ട്. ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ചേർന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ സംവിധാനം, ആ സംവിധാനത്തിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനാവാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇറാന് ആ പന്ത് എങ്ങോട്ട് വേണമെങ്കിലും അടിച്ചു നീക്കാം. വേണമെങ്കിൽ പ്രത്യാക്രമണത്തിലേക്ക് തിരിയാം, അമേരിക്കൻ കേന്ദ്രങ്ങളെ പശ്ചിമേഷ്യയിൽ ആക്രമിക്കാം, അല്ലെങ്കിൽ ഇസ്രയേലിന് നേരെ ആക്രമണം ഘടിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സർവനാശമായിരിക്കും ഇറാന് കാത്തിരിക്കുന്നത് എന്നതും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഒരു ഫർദർ എസ്കലേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ കൂടുതൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളത് ഇറാന് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് അമേരിക്ക നേരിട്ട് രംഗത്ത് വന്ന സ്ഥിതിക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഒരു തിരിച്ചടിക്ക് ഇറാൻ ഇറങ്ങിത്തിരിക്കുകയാണ്, രണ്ടും കൽപ്പിച്ച് എന്നുണ്ടെങ്കിൽ US-ന്റെ സൈനിക താവളങ്ങളൊക്കെ സമീപ പ്രദേശങ്ങളിലായി തന്നെ ഇറാന് പെട്ടെന്ന് ആക്രമിക്കാവുന്ന തരത്തിൽ ഉണ്ട് എന്നതാണ് സാഹചര്യം. അത്തരത്തിലൊരു നീക്കത്തിലേക്കായിരിക്കുമോ ഇറാൻ കടക്കുക? വ്യോമ താവളങ്ങൾ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. ഇസ്രയേൽ അയൻഡോം ഉണ്ട് എന്ന് പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് എവിടെയെല്ലാമാണ് വ്യോമതാവളങ്ങളുള്ളത്, സായുധ താവളങ്ങളുള്ളത്, സൈനിക സന്നാഹമുള്ളത്, അതെല്ലാം ഹെവിലി ഫോർട്ടിഫൈഡ് ആണ് എന്നോർക്കണം. ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ അവിടെ നിലയങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അതുകൊണ്ട് ആ ആക്രമണത്തെ ചെറുത്തു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ഈ ഒരു മൾട്ടിപ്പിൾ ഫ്രോം സ്ട്രാറ്റജിയാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ, ഏറെ വിമാനവാഹിനി കപ്പലുകൾ അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് ഓർക്കണം. അതിൽ 2-3 തന്നെ മധ്യ ധരണ്യാഴിയിലുണ്ട്, മെഡിറ്ററേനിയൻ കടലിലുണ്ട്. അതുപോലെ ചെങ്കടൽ മേഖലയിലെ ഉള്ള സാന്നിധ്യം, അതേപോലെ പേർഷ്യൻ ഗൾഫിലെ സാന്നിധ്യം, ഇതെല്ലാം തന്നെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും തലങ്ങും വിലങ്ങും കുതിച്ചുയരുന്ന വിമാനങ്ങൾ തീർച്ചയായും വലിയ രീതിയിലുള്ള വ്യോമ പ്രതിരോധം ഒരുക്കും. അപ്പൊ ഇറാന്റെ വ്യോമസേന ഉപയോഗിക്കപ്പെടില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇറാന്റെ വ്യോമസേനയ്ക്ക് പറന്നു പൊങ്ങാവുന്ന ഒരു നിലയിലായിരിക്കില്ല അവിടെ. ഇപ്പോൾ തന്നെ കാര്യമായി വ്യോമസേന ഉപയോഗപ്പെടുത്തുന്ന രാജ്യമല്ല ഇറാൻ. പിന്നെ ഉള്ളത് മിസൈൽ സംവിധാനമാണ്. മിസൈൽ സംവിധാനം, നല്ല പ്രഹരശേഷിയുള്ള മിസൈൽ സംവിധാനം ഇറാനുണ്ട് എന്നത് കൃത്യമായ വിവരം തന്നെയാണ്. അത് ഇസ്രായേലിന് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ അമേരിക്കൻ സേനയ്ക്ക്, അവിടങ്ങളിലുള്ള അമേരിക്കൻ സേനാ വിന്യാസത്തിന് ഇതെല്ലാം തന്നെ നിർവീര്യമാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ അമേരിക്കൻ സേനകളെ ഇറാൻ ഈ ഘട്ടത്തിൽ ആക്രമിച്ചാൽ അത് തീർച്ചയായും ഇറാന് വലിയ നഷ്ടക്കച്ചവടമായിരിക്കാനുള്ള സാധ്യതയാണ്. പൂർണ്ണതോതിൽ അമേരിക്ക യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇറാന് പിടിച്ചു നിൽക്കാനാവില്ല. പക്ഷേ ഇസ്രയേലിന് മാത്രം ഇറാനെ പരാജയപ്പെടുത്താനാവില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇറാൻ 10 ദിവസമായി ആക്രമണം നടക്കുമ്പോഴും ഇറാന്റെ സംവിധാനം ഇൻടാക്ട് തന്നെയാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് ഉപരിതലത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ അത് പൂർണ്ണമായി ഇസ്രയേൽ എന്ന രാജ്യത്തിന് ഒരു കരയുദ്ധത്തിലൂടെ ഇറാന്റെ ഒരു സംവിധാനത്തെ പിടിച്ചെടുക്കാനാവില്ല. അത് അമേരിക്കയ്ക്ക് പോലും ഒരു കരയുദ്ധത്തിലൂടെ ഇറാനെ നശിപ്പിക്കാനാവില്ല എന്നതും ശരിയാണ്. പക്ഷേ വ്യോമ മേധാവിത്വത്തിലൂടെ ഇറാന്റെ എല്ലാ ഏറിയൽ ഡിഫൻസ് കേപ്പബിലിറ്റിയെ നശിപ്പിക്കുകയും ആണവ നിലയങ്ങൾ സമ്പൂർണ്ണമായി തകർക്കുകയും ഒക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. 60 മീറ്റർ അടിയിലാണ് ഈ ഫർദോയിലെ ആണവ നിലയം എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഏതാണ്ട് 40 മീറ്ററോളം അടിയിലേക്ക് പോകാനാകും. ഒന്നിലധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ, പ്രത്യേകിച്ച് GBO 67 സീരീസിലുള്ള ബോംബുകൾ ഉപയോഗിച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് B-2 യുദ്ധവിമാനങ്ങളുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ്. അപ്പൊ B-2 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ പൊസിഷനോടുകൂടി ഒന്നിലധികം സ്ട്രൈക്കുകൾ ഒരേ പോയിന്റിൽ നടത്തുമ്പോൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവന തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അത് വിശ്വസിക്കാമെങ്കിൽ ഈ ഇറാൻ അമേരിക്കക്കെതിരെ നീങ്ങാൻ ഇപ്പോൾ സാധ്യത കാണുന്നില്ല. പക്ഷേ ശക്തമായ പ്രസ്താവനകൾ ഉണ്ടാകും. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ തുടർന്നും ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ പ്രസ്താവനയ്ക്ക് ഉപരിയായി പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ഇസ്രായേലിനെതിരെ മാത്രമുള്ള ആക്രമണം ആയി ചുരുങ്ങാൻ തന്നെയാണ് സാധ്യത. അമേരിക്കൻ താവളങ്ങളെ ഈ ഘട്ടത്തിൽ ആക്രമിക്കുന്നത് ബുദ്ധിമോശമായിരിക്കും എന്ന് തന്നെയാണ് എന്റെ നിഗമനം. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ കേണൽ എസ് ഡിന്നി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കേണൽ എസ് ഡിന്നി, ഇതിപ്പോൾ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം വിജയപ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ട്രംപ്. അതിനോടൊപ്പം പറയുന്ന ഒരു കാര്യം, ഈ ആക്രമണത്തിലൂടെയെങ്കിലും ഇനിയിപ്പോൾ സമാധാനത്തിലേക്ക് ഇറാൻ കടക്കും, സമാധാന പാതയിലേക്ക് കടക്കും, തിരിച്ചടികൾ നിർത്തും എന്നുള്ളതാണ്. ഒരാക്രമണത്തിലൂടെ സമാധാനത്തിലേക്ക് വഴിവെട്ടുകയാണ് ട്രംപ് എന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ? അതെ, ഇപ്പോഴത്തെ ഈ ഒരു ആക്ഷനും ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് എന്ന് നമ്മൾ പറയാം. അതായത് നമ്മൾ ഒരു ആക്രമണം നടത്തി, ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി, എന്നിട്ട് അത് കാരണം ശാന്തിയിലേക്ക് പോകാനുള്ള ഒരു വഴി തുറക്കുക എന്നുള്ളതാണ് ഇതിന്റെ ജിയോ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ മിലിറ്ററി ആയിട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് US നടത്തിയിരിക്കുന്നത്. 3 ന്യൂക്ലിയർ അവർ സ്ട്രൈക്ക് ചെയ്തു. അത് B-2 ബോംബേഴ്സ് വെച്ചാണ് സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ നഷ്ടം ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ആ നഷ്ടത്തിന്റെ എത്രമാത്രം ലെവൽ ഓഫ് ഡീഗ്രഡേഷൻ ആണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷെ ഇറാൻ ഓൾറെഡി പറഞ്ഞേക്കുന്നത് അവിടെ ഒന്നും ഇല്ലായിരുന്നു, അവിടെ അത് ഒന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു, അവിടെയാണ് US സ്ട്രൈക്ക് ചെയ്തെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് കാണിക്കുന്നത് ഇറാൻ ഇതിനെ കൂടുതൽ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള താല്പര്യം ഇല്ല എന്നുള്ളതാണ്. അതായത് അവിടെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അവിടെ വന്നിട്ടാണ് സ്ട്രൈക്ക് ചെയ്ത് പോകുന്നെങ്കിൽ നമുക്ക് തിരിച്ചടിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കവർ ആയിരിക്കും അങ്ങനെ പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്, ഇന്നിപ്പം ഇറാന് തീർച്ചയായിട്ടും ഈ ഒരു 8 ദിവസം കൊണ്ട് സ്ട്രൈക്കിലൂടെ അവരുടെ ഫൈറ്റിംഗ് കാപ്പബിലിറ്റി തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു 8 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഇറാന് കുറച്ചും കൂടെ ഒരു സ്ട്രൈക്കിംഗ് കാപ്പബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ 8 ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ ബോംബിങ്സ് കാരണം ഇറാനിന്റെ ഭാഗത്ത് നല്ലൊരു നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു അവസ്ഥയിൽ അവരിനി
തിരിച്ച് US ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ബേസിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് പോകുമോ എന്ന് വലിയൊരു ചോദ്യമുണ്ട്. അങ്ങനെ നടക്കാൻ സാധ്യത തീരെ കുറവാണ്. പക്ഷെ അവരുടെ ജനതയ്ക്കും ലോകത്തും അവരുടെ ഈ ഒരു നാണക്കേട് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ US നമ്മുടെ ഭൂമിയിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മളൊന്നും തിരിച്ച് ചെയ്തില്ല എന്നുള്ള ഒരു കാര്യവുമുണ്ട്. അപ്പൊ അതിനു വേണ്ടി ചിലപ്പം അവരൊരു സിംബോളിക് ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ അതും നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നേരത്തെ എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ്സ് തുടരും, ഇനിയും തുടരും. അതായത് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു US എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഞങ്ങൾ ആരുടെയും മുന്നിൽ കീഴടങ്ങത്തില്ല എന്നുള്ള രീതിയിലേക്ക് സ്റ്റേറ്റ്മെന്റ്സ് വരും. അവർ ഇതിലൂടെ ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ന്യൂക്ലിയർ ബോംബിന്റെ നെഗോസിയേഷന് വേണ്ടി അല്ലെങ്കിൽ ന്യൂക്ലിയർ അഗ്രിമെന്റിന് വേണ്ടി വരുമോ എന്നുള്ള എനിക്ക് സംശയമുണ്ട്. കാരണം അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണകൂടത്ത് ആ ലോക്കൽസിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് എഗെയിൻസ്റ്റ് ഒരാവും എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം ഈ ഒരു 8 ദിവസം കൊണ്ട് അവിടുത്തെ ഇറാന്റെ ഉള്ളിൽ ഒരു ഐക്യം പോലെ വന്നിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഇറാനാണ്. പക്ഷെ ഇപ്പൊ ഈ വെളിയിൽ നിന്നുള്ളൊരു ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യങ്ങളും നടക്കുന്ന പോലെ തന്നെ ഇറാന്റെ ഉള്ളിലും ഒരു ഐക്യം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഐക്യത്തിന്റെ രീതിയിൽ അവർ പോയി ആരെങ്കിലും പറയുന്ന പോലെ ചെന്ന് നെഗോസിയേഷൻ ചെയ്യുമോ എന്നുള്ള വലിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പം ഇനിയെല്ലാം നമ്മൾ നോക്കുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്ത് റിയാക്ഷൻ ആയിരിക്കും വരാൻ പോകുന്നതാണ്. ആ റിയാക്ഷന്റെ ബലത്തിലായിരിക്കും ഈ യുദ്ധം ഇവിടെ കൊണ്ട് തീരുമോ അതോ ഇനി ഇത് വലിയ നാശനഷ്ടത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. കേരളസ് ഡിന്നി, ഇപ്പോൾ ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഓർക്കണം, തങ്ങൾക്കുള്ള അമേരിക്കയ്ക്കുള്ള ഈ സൈനിക കരുത്ത്, ആയുധ കരുത്ത് അത് ലോകത്ത് മറ്റാർക്കും ഇല്ല എന്നുള്ളത്. അത് ഇറാന് ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എന്നിരിക്കെ ഇപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് US നേരെയുള്ള ഒരു ആക്രമണം അത് ഇറാൻ നടത്തിയില്ല എങ്കിൽ പോലും ഇസ്രായേലിന് നേരെ ഉള്ള ആക്രമണം അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അതോ അതിനപ്പുറം ഇപ്പോൾ ട്രംപ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, വീണ്ടും പരസ്യമായി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനും അമേരിക്ക നൽകുന്ന പിന്തുണ എന്താണ് എന്നുള്ളത്. അത് ഈ ആക്രമണത്തിൽ കൂടി കൂടുതൽ വ്യക്തവുമാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ പിന്തുണ അത്രത്തോളം ശക്തമായി ഇസ്രായേലിന് ഉള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനെ പ്രത്യാക്രമണം നടത്തുന്നത് ഒരു മണ്ടത്തരമായി പോകുമെന്ന് ഇറാൻ കരുതുമോ? അതോ ഇതിനൊരു പ്രത്യാക്രമണം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുമോ? നോക്കൂ മാം, ഇതിനകത്ത് ഓരോ യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്ത് ഈ ഒരു യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ പിന്മാറാനുള്ള ഓരോ ഓപ്ഷൻസ് രണ്ട് രാജ്യങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും, ഏത് രാജ്യങ്ങളായാലും ശരി. ഇപ്പം ഇറാന്റെ മുന്നിൽ ആ ഒരു ഓപ്ഷനാണ് ഉള്ളത്. അതായത് ഇപ്പൊ US സ്ട്രൈക്ക് ചെയ്തു, US പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതായത് ഞങ്ങൾ ഇനി സമാധാനത്തിന് വേണ്ടി നിൽക്കുകയാണ്, ഇതോടെ നിർത്താം എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബലത്തിൽ ഇസ്രായേൽ ഭാഗത്തു നിന്ന് ഇനി ഇറാനിലേക്ക് സ്ട്രൈക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. ഇത് അമേരിക്ക ഇതുകൊണ്ട് നിർത്താനാണ് താല്പര്യമെങ്കിൽ, അങ്ങനെയാണ് ഇവരുടെ പ്ലാൻ എങ്കിൽ ഇനി ചിലപ്പം ഇസ്രായേൽ ഇറാന്റെ ഭാഗത്തോട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നില്ലായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇറാന് നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ തന്നെ പറഞ്ഞിരുന്നു, ഇസ്രായേൽ ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അത് നിർത്തും എന്നുള്ളത് പറഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നും അവർക്ക് പറഞ്ഞു, ഓക്കെ ഇസ്രായേൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല, ഇനി ഞങ്ങൾ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ബോംബിങ്ങിലൂടെ ഞങ്ങളെ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന രീതിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ടു തീരും. പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അവരുടെ പ്രഷർ ഉണ്ട്, അവരെന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരൂ എന്നുള്ളതാണെങ്കിൽ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അവർ വീണ്ടും സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അങ്ങനെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വീണ്ടും നീണ്ടു പോകും. കാരണം ഡെഫിനറ്റ്ലി പിന്നെ ഇസ്രായേൽ തിരിച്ചും സ്ട്രൈക്ക് ചെയ്യും. ചിലപ്പം അമേരിക്ക വീണ്ടും സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു കാര്യം അത് ഡൊണാൾഡ് ട്രംപിന്റെ ഇതിൽ ട്വിറ്റർ മെസ്സേജിലും ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഇതുകൂടെ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. ഇൻഫാക്ട് സ്റ്റേറ്റ്മെന്റിലും അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയുള്ള ടാർഗറ്റ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, വിത്തിൻ മിനിറ്റ്സ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഓൺ എന്നാണ് പുള്ളി അദ്ദേഹം പറയുന്നത്. അപ്പം ഇതിപ്പം എനിക്ക് തോന്നുന്നു ബോൾ ഇസ് ഇൻ ഇറാൻസ് കോർട്ട് എന്ന് പറയുന്ന പോലെ ഇറാനാണ് ഇനി ഈ യുദ്ധം ഇവിടെ കൊണ്ട് നിർത്തണോ അതോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കുന്നത്. ഇറാൻ ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു വലിയൊരു കൗണ്ടർ സ്ട്രൈക്ക് നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു US വീണ്ടും വലിയ രീതിയിൽ തന്നെ ഇറാനെ സ്ട്രൈക്ക് ചെയ്യും. അതിനകത്ത് നമുക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. തീർച്ചയായും വളരെ നന്ദി കേണൽ എസ് ഡിനി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. യെസ്, ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ വേഗം മടങ്ങിയെത്താം.
മിന്നലാക്രമണം നടത്തി ഇരിക്കുകയാണ് അമേരിക്ക. ലോകം തന്നെ അതിന്റെ ഞെട്ടലിലാണ്. എന്തായാലും ഇതിലൂടെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധന്മാർ അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ പന്തിപ്പോൾ ഇറാന്റെ കോർട്ടിലാണുള്ളത്. ഇറാന് വേണമെങ്കിൽ ഇതോടുകൂടി പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, ഇസ്രയേലിന് മേലുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന പാതയിലേക്ക് നീങ്ങാം, ആണവ കരാർ ചർച്ചകളിലേക്ക് അടക്കം നീങ്ങാം. പക്ഷേ അതിനപ്പുറം ഇറാൻ പ്രത്യാക്രമണത്തിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം എന്താകും എന്നുള്ള വലിയ ആശങ്ക കൂടി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. വിശദമായി നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇറാനെ ആക്രമിച്ച അമേരിക്ക. നദാൻസ്, ഫോർദോ, എസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് US B-2 പോർ വിമാനങ്ങൾ. ഇറാൻ ഭീകര രാജ്യമെന്നും ആക്രമണം വിജയമെന്നും പ്രസിഡന്റ് ട്രംപ്. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 10ാം ദിവസം. നിലമ്പൂരിലെ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണൽ 8 മണി മുതൽ. നിറഞ്ഞ വിജയപ്രതീക്ഷയിൽ 3 മുന്നണികളും PV അൻവറും. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള സർക്കാർ ഗവർണർ പോര് കൂടുതൽ കനത്തു. നിയമ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാർ നിയമോപദേശം തേടി. രാജ്ഭവനിൽ ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും സംബന്ധിച്ച് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ നീക്കം. നിയമപരമായി നേരിടാൻ ഗവർണറുടെ തീരുമാനം. കണ്ണൂരിൽ SDPI സദാചാര വിചാരണയ്ക്ക് പിന്നാലെ യുവതി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് ശരിവെച്ച ഒപ്പമുണ്ടായിരുന്ന യുവാവിന്റെ മൊഴി. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ സംഭവത്തിലും SDPIക്കാർക്കെതിരെ നടപടിയുണ്ടാകും. തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരിയെ തല്ലിക്കൊന്ന സംഭവത്തിൽ ഊർജിതമായ അന്വേഷണത്തിന് പോലീസ്. കൊലയാളി സഹോദരനെ വിശദമായി ചോദ്യം ചെയ്യും. സുഹൃത്തിന്റെ പങ്കും അന്വേഷിക്കുന്നു. പോത്തൻകോട് സ്വദേശിനി ഷഹീനയെ സഹോദരൻ ഷംസാദും കൂട്ടുകാരൻ വിശാഖും തല്ലിക്കൊന്നത് ഇന്നലെ വൈകിട്ട്. വീണ്ടും കനത്ത മഴ വരുന്നു. ഇന്ന് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗം രാവിലെ 10-ന് കൊച്ചിയിൽ. വോട്ടെടുപ്പ് ഒഴിവാക്കി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ ശ്രമം. മോഹൻലാൽ തന്നെ പ്രസിഡന്റ് ആയേക്കും. സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിന് സാധ്യത. ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗം തടയാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്തും ചർച്ചയാകും. വിശദമായി കടക്കാം. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിരിക്കുന്നത്. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ലോകത്തെ തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു വിജയപ്രഖ്യാപനമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്, പ്രതികരിച്ചത്. അതിനപ്പുറം US മിലിറ്ററിക്കും ഇസ്രായേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനുമൊക്കെ അഭിനന്ദനം അറിയിച്ചു. പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി എന്നുള്ളതാണ് സാഹചര്യം. ട്രംപിന്റെ പ്രതികരണത്തിലേക്ക്. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime: Fordo, Natanz, and Esfahan. Everybody heard those names for years as they built this horribly destructive enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. Tonight I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. For 40 years, Iran has been saying death to America, death to Israel. They have been killing our people, blowing off their arms, blowing off their legs with roadside bombs. That was their specialty. We lost over 1,000 people, and hundreds of thousands throughout the Middle East and around the world have died as a direct result of their hate, in particular
So many were killed by their general, Qasem Soleimani. I decided a long time ago that I would not let this happen. It will not continue. I want to thank and congratulate Prime Minister Bibi Netanyahu. We worked as a team like perhaps no team has ever worked before. And we've gone a long way to erasing this horrible threat to Israel. I want to thank the Israeli military for the wonderful job they've done. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി 10ാം ദിവസമാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത്. MG മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, പല തവണ ഭീഷണി മുഴക്കി മുന്നറിയിപ്പുകൾ നൽകി അതിലൊന്നും മുട്ടുമടങ്ങാതിരുന്ന ഇറാന് ഒരു വൺ ടൈം അറ്റാക്കിലൂടെ തങ്ങളുടെ കരുത്ത് എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അമേരിക്ക എന്നതാണ് സാഹചര്യം. ട്രംപ് അതുതന്നെയാണ് അടിവരയിട്ട് പറയുന്നതും. നേരത്തെ വിദേശകാര്യ വിദഗ്ധർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി പന്തുള്ളത് ഇറാന്റെ കോർട്ടിലാണ്. അത് സമാധാനം വേണമോ, ആ പാതയിലേക്ക് ആ പന്ത് തട്ടണമോ, അതോ പ്രത്യാഘാതം തിരിച്ചടി എന്നുള്ള പ്രത്യാക്രമണം തിരിച്ചടി എന്നുള്ള പാതയിലേക്ക് ആ പന്ത് തട്ടണമോ എന്നുള്ളത് ഇനി ഇറാന് തീരുമാനിക്കാം. ഒരു പ്രത്യാക്രമണം നടത്താനുള്ള കരുത്തൊന്നും ഇറാൻ ഇല്ല എന്നുകൂടി ട്രംപ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കാം ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്നുള്ളതിലാണ് ഏറെ ആകാംക്ഷയും ആശങ്കയും ഒരേപോലെ നിലനിൽക്കുന്നത്, അല്ലേ മിഥുൻ? അതെ, തീർച്ചയായും. എന്താണ് ഇനി ഇറാൻ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ഒരു കീഴടങ്ങളിലേക്ക് ഇറാൻ വരാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന രീതിയിലുള്ള വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, അമേരിക്ക ഒരു ശക്തമായ മുന്നറിയിപ്പ്, നേരത്തെ വാക്കുകൾ കൊണ്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയെങ്കിൽ ഇന്നത് തെളിയിച്ച് കാണിച്ചിരിക്കുന്നു. ഇറാൻ നേരത്തെ ഭയന്നതും ഈ ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകളെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ അല്ലെങ്കിൽ അത് തുളച്ചു കയറാൻ, ഈ മലയിടുക്കുകളിലുള്ള ഈ ആണവ കേന്ദ്രം തകർക്കാൻ അമേരിക്കയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു കാര്യം ഇറാനും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ തന്നെ ഭയക്കുകയും ചെയ്യുന്നത്. നേരത്തെ ആണവ ഊർജ്ജ ഏജൻസി ഒക്കെ രീതിയിൽ ബന്ധപ്പെടുകയും ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഇറാൻ അത് നൽകിയതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷേ ആ രീതിയിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയും കൃത്യമായ രീതിയിൽ അത് വിജയിപ്പിക്കാനും ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചതിലൂടെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു, ഒരു ഭീഷണി തന്നെ നൽകുന്നു. ഇനി ചർച്ചയ്ക്ക് തയ്യാറാകണം, അല്ല എങ്കിൽ ഉടൻ തന്നെ ഇതിൻ്റെ മറുതിരിച്ചടികൾ വീണ്ടും ഉണ്ടാകും. അത് വലിയ രീതിയിൽ ഭയാനകരമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന കൂടിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം, ഇങ്ങനെ ആക്രമണം നടന്നിട്ടുണ്ട്, പക്ഷേ നേരത്തെ തന്നെ ഇവിടെയൊക്കെ ഒഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. മറ്റ് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, ഇതുവരെയും ഇറാന്റെ ഈ നയം വ്യക്തമാക്കുന്നത് വിദേശകാര്യമന്ത്രി മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. ഖമനേയിയുടെ വാക്കുകൾ കേട്ടിട്ട് ഏകദേശം 4 ദിവസത്തോളമായി എന്നുള്ളത് തന്നെയാണ്. ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ ഇതുവരെയും ആയത്തുള്ള അലി ഖമനേയി, അവരുടെ പരമോന്നത നേതാവ് തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ, ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ഇറാനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതനുസരിച്ച് തന്നെയായിരിക്കും ഇറാന്റെ ഭാവി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇസ്രായേൽ ആഗ്രഹിച്ച പോലെ ഉള്ള ഒരു ആക്രമണം ഇപ്പോൾ യുഎസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. യുഎസ് കൂടി എത്തിയതോടുകൂടി പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കരുത്തൊന്നുകൂടി ഇറാനെ ഓർമ്മിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. ഇനി ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. നമുക്കറിയാം, ഇവിടെ നിലമ്പൂരിലും ഒരു വലിയ പോരാട്ടം നടന്നതിൻ്റെ പിറ്റേ ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വിധി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ ഉള്ളത്. നിലമ്പൂരിൽ പുതിയ MLA ആരെന്ന് നാളെ അറിയാം. നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 14 ടേബിളുകളിലായി ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടുകൾ എണ്ണും. ഇടത് വലത് മുന്നണികളും PV അൻവറും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് നിലമ്പൂരിൽ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നിലമ്പൂരിൽ നിന്ന് CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, നിമിഷങ്ങൾ എണ്ണിക്കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വളരെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളാണ്. ആരായിരിക്കും നിലമ്പൂരിന്റെ MLA എന്നുള്ള ആകാംക്ഷ, സസ്പെൻസ് നിലനിൽക്കുകയാണ്. ഈ അവസാന നിമിഷം
നിലമ്പൂരിലെ കാഴ്ചകൾ എങ്ങനെയാണ്, ചർച്ചകൾ എങ്ങനെയാണ്, കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്, വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അത് എവിടെ വരെയായി? ക്ഷമിക്കണം, വോട്ടെണ്ണൽ. ആര്യ, കണക്കൂട്ടലാണ്. ഈ പോളിംഗ് ശതമാനത്തിൽ കുട്ടിയും കിഴിച്ചും ഒക്കെ എവിടെ കൂടുതൽ വോട്ട്, എവിടെ കുറഞ്ഞ വോട്ട് എന്നൊക്കെ കണക്കാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂരിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സാധാരണക്കാരും ഒക്കെ തന്നെ. നാളെ രാവിലെ ഈ സമയമാകുമ്പോഴേക്കും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാൻ തുടങ്ങും. 1 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ ഫലസൂചനകളൊക്കെ വന്നു തുടങ്ങും. 263 ബൂത്തുകളാണ് നിലമ്പൂരിൽ ആകെ ഉണ്ടായിരുന്നത്. 263 പോളിംഗ് സ്റ്റേഷനുകൾ. അതിൽ 14 ടേബിളുകളായിട്ട് ഒരു റൗണ്ടിൽ 14 ടേബിളുകളാണ്. അപ്പോൾ അങ്ങനെ 19 ടേബിളുകൾ 19 റൗണ്ട് വേണ്ടി വരും ഇത് പൂർത്തീകരിക്കാൻ. ആദ്യം എണ്ണി തുടങ്ങുക വഴിക്കടവാണ്. വഴിക്കടവ് 46 ബൂത്തുകളാണ്. അപ്പോൾ 3 റൗണ്ടിന് മുകളിൽ വരും വഴിക്കടവ്. വഴിക്കടവ് എണ്ണിത്തീരുമ്പോൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ ഏകദേശം ഒരു സൂചന ലഭിച്ചു തുടങ്ങും. അതിനുശേഷം എണ്ണുക കരുളായിയാണ്. കരുളായിക്ക് ശേഷം വരിക നേരെ എടക്കരയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഈ ആദ്യത്തെ ഒരു 4 റൗണ്ട് കരുളായി, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ഈ ഒരു 4 പഞ്ചായത്തുകളിൽ എണ്ണിക്കഴിയുമ്പോൾ തന്നെ ഏകദേശം ഫലം എവിടേക്കാണ് എന്ന് അറിയാൻ കഴിയും. UDF അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ആദ്യത്തെ ഈ ഒരു 4 പഞ്ചായത്തുകൾ എണ്ണി കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാനാകും. കാരണം പിന്നീടാണ് ഈ LDF പ്രതീക്ഷ വയ്ക്കുന്ന പഞ്ചായത്ത്. പോത്തുകല്ല് മുതൽ പോത്തുകല്ല്, കരുളായി, അമരമ്പലം എന്നീ മേഖലകളാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 പഞ്ചായത്തുകളിൽ നിന്ന് ഒരു 10,000-ന് മുകളിൽ ലീഡ് ആദ്യം തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ UDFന് ആത്മവിശ്വാസം ഉണ്ടാകും. പിന്നെ LDF നേടുന്ന ലീഡിനെ മറികടക്കാൻ ഈ ലീഡ് കൊണ്ട് സാധിക്കുമെന്നുള്ളത്. അപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന ഒരാൾ PV അൻവർ തന്നെയാണ്. അൻവർ എവിടെ നിന്ന് ഏത് മുന്നണിയിൽ നിന്ന് ഏത് മേഖലയിൽ നിന്ന് എത്ര വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ LDFനോ UDFനോ ഒരു ധാരണയും കൃത്യമായിട്ടില്ല എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക. കാരണം അൻവർ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയ മേഖലകളിലൊന്ന് വഴിക്കടവാണ്, മറ്റൊന്ന് അമരമ്പലമാണ്, അതുപോലെ പോത്തുകല്ലാണ്, അതേപോലെ മൂത്തേടവുമുണ്ട്. അപ്പോൾ LDFൻ്റെയും UDFൻ്റെയും ശക്തമായ മേഖലകളിൽ അൻവറിൻ്റെ പ്രചരണം നന്നായി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇരു മുന്നണികൾക്കും ഒരുപോലെ ആശങ്ക നൽകുന്നുണ്ട്. ഏത് മുന്നണിയിൽ നിന്നാകും, ആരുടെ വോട്ട് പെട്ടിയിൽ നിന്നാകും അൻവർ കൂടുതൽ വോട്ട് നേടുക എന്നുള്ളത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനിശ്ചിതത്വവും നിലനിർത്തുന്നതും PV അൻവർ എത്ര വോട്ടുകൾ നേടും എന്നുള്ളത് തന്നെയാണ്. എന്നാണെങ്കിലും ഈ തരത്തിലാണ് അതിൻ്റെ ഒരു കൗണ്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ വരിക. ഏറ്റവും അവസാനത്തേക്കാണ് അമരമ്പലം ഉണ്ടാവുക. അതിനു മുമ്പ് കരുളായി, അതിനു മുമ്പ് നിലമ്പൂർ, പിന്നെ അതിനു മുമ്പ് ചുങ്കത്തറ. അങ്ങനെ ഒരു ഓർഡറിലാണ് ഈ ഒരു കൗണ്ടിങ്ങിൻ്റെ ക്രമീകരണങ്ങളുള്ളത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് PV അൻവർ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തനിക്ക് ജയിക്കാനായില്ലെങ്കിൽ പിന്നീട് UDF ജയിച്ചോട്ടെ എന്ന തരത്തിലൊരു പരോക്ഷ പരാമർശം ഉണ്ടായത്. 2 പിണറായിമാരാണ് നിലമ്പൂർ മത്സരിക്കുന്നത്. ഒന്ന് തെളിഞ്ഞ പിണറായിയും ഒന്ന് ഒളിഞ്ഞ പിണറായിയും. തെളിഞ്ഞ പിണറായി LDFും ഒളിഞ്ഞ പിണറായി UDFുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ താൻ ജയിച്ചില്ലെങ്കിൽ ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് UDF ജയിക്കട്ടെ എന്ന് തന്നെയാണ് അൻവർ കണക്കാക്കുന്നത്. അതിൽ മറ്റൊരു സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ അൻവർ ആദ്യം UDFനെ ഈ സ്ഥാനാർത്ഥി പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം UDFനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ അൻവർ ലക്ഷ്യം വെച്ചിരുന്നത് UDFൻ്റെ കോട്ടകളിൽ വലിയ പ്രചരണം നടത്തുമെന്ന പ്രചാരണം നടത്തി LDFൻ്റെ വോട്ടുകളായിരുന്നു അൻവർ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ അൻവറിൻ്റെ കേന്ദ്രങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് കൃത്യമായിട്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അൻവറിൻ്റെ ഭാഗത്തുനിന്നും പ്രചരണ രംഗത്ത് നടന്നിരുന്നു. അൻവർ LDF പ്രതീക്ഷിച്ചിരുന്ന അൻവർ UDFൻ്റെ ഭാഗത്തുനിന്ന് വോട്ടുകൾ കൂടുതൽ നേടാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അൻവർ നടത്തിയത് LDFൻ്റെ കോട്ടകളിൽ തന്നെയാണ് വലിയ പ്രചരണം എന്ന തരത്തിലാണ് ഇപ്പോൾ അൻവറിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ട് LDFൻ്റെ വോട്ടുകളിൽ 40% താൻ നേടുമെന്ന് അൻവർ ഉറപ്പിച്ചു പറയുന്നതും ആ തരത്തിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതായത് അൻവർ നേടുന്നത് കൂടുതൽ LDFൻ്റെ വോട്ടുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDF വിജയിക്കുക തന്നെ ചെയ്യും. അൻവറിൻ്റെ അസ്തിത്വം അടയാളപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഒരു വോട്ട് നേടാൻ കഴിഞ്ഞാൽ, 10,000-ന് മുകളിൽ 15,000-ന് മുകളിലൊക്കെ വോട്ട് നേടാൻ കഴിഞ്ഞാൽ, UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉണ്ടായാൽ അതിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് അൻവറിന് നേടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അൻവറിന് അടുത്ത ഘട്ടത്തിൽ UDFിലേക്കുള്ള വഴികൾ സാധ്യതകൾ വീണ്ടും തുറക്കുമെന്നും അൻവർ കരുതുന്നുണ്ട്. അപ്പോൾ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് PV അൻവറിനെ സംബന്ധിച്ച്. ഇത്രത്തോളം അധിക്ഷേപങ്ങൾ നടത്തുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും അതിനുള്ളൊരു സാധ്യത, ഇനിയും ഒരു UDF പ്രവേശനം, അതിനുള്ളൊരു സാധ്യത മുന്നിൽ നിലനിൽക്കുന്നുണ്ടോ അൻവറിന്?
ആര്യ, തീർച്ചയായിട്ടും അൻവറിനെ സംബന്ധിച്ച് UDF എന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. UDFന് അൻവറിനെ നമ്മളിപ്പോഴും നോക്കുമ്പോൾ UDFന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ അൻവറിനെ തള്ളി പറഞ്ഞിട്ടില്ല. അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അൻവറുമായുള്ള ചർച്ചകൾ അവസാനിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അൻവർ അവിടെ മികച്ച രീതിയിലൊരു വോട്ട് നേടി UDF സ്ഥാനാർത്ഥി നേടുന്നതിനേക്കാൾ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും UDFന് തോൽവിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അൻവറിന്റെ സാധ്യതകൾ കൂടും. അല്ല, UDF സ്ഥാനാർത്ഥി വിജയിക്കുകയാണ്, ആ വിജയിക്കുമ്പോൾ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ അൻവർ നേടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും അൻവറിന് സഹായകമാവുന്ന ഒരു കാര്യമാകും. ഇവിടെ അൻവറിന്റെ വോട്ട് കുറഞ്ഞാൽ മാത്രമാണ് അൻവറിനെ സംബന്ധിച്ച് ഭാവി ഇരുളടഞ്ഞ പോലെ ഒരു സാഹചര്യം വരിക. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും വഴി തുറക്കുന്നത് തന്നെയാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അൻവറിനെ ഒരിക്കലും ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലൊരു നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ലീഗ് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് മുമ്പിൽ ലീഗ് മറ്റു വിട്ടുവീഴ്ചകൾക്ക് വഴി തുറന്നു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അൻവർ വിഷയം വീണ്ടും UDF ചർച്ച തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളന്ന് സണ്ണി ജോസഫിനോട് അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ ഘട്ടത്തിൽ ആ ചർച്ചകൾ കടഞ്ഞു എന്നുള്ളതാണ്. ആ ഘട്ടം കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് തുറക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് വേണം നമ്മൾ ആ വാക്കുകളിൽ നിന്നും വ്യാഖ്യാനിക്കുവാൻ. മാത്രമല്ല കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് UDFനൊപ്പം വേണമെന്ന ആഗ്രഹവുമുണ്ട്. അതിന്റെ കാരണം അൻവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ അത് കേവലം നിലമ്പൂരിൽ മാത്രം പ്രചരിപ്പിക്കാൻ കഴിയുന്നതല്ല. അൻവറിന്റെ നയങ്ങളും അത്തരത്തിൽ തന്നെ കേരളം ഒന്നാകെ UDFന് ഉപയോഗിക്കാൻ കഴിയുന്ന ആശയങ്ങളാണ്. അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് UDFിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും അൻവറിനെ കളയാൻ കഴിയില്ല എന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം അതിൽ നിർണായകമാകും. അൻവർ ഒറ്റയ്ക്ക് എത്ര വോട്ടുകൾ നേടും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും നിലമ്പൂരിൽ ആര് വാഴും ആരൊക്കെ വീഴും എന്നുള്ള ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് രാഷ്ട്രീയ കേരളം കടന്നു പോകുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം ഇടവേളയ്ക്ക് ശേഷം.